യു ആർ കറക്റ്റ്. മണലിന്റെ വിലയല്ല പ്രശ്നം, മണൽ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം. ആറ്റിക്കിടക്കുന്ന മണൽ വാരിയാൽ പ്രകൃതി നശിക്കും എന്ന് പറയുന്ന കുറെ മണ്ടന്മാരും അവരുടെ പാഴ്വാക്ക് കേട്ട് തോക്കും ചൂണ്ടി മണൽ ലോറിയുടെ പുറകെ നടക്കുന്ന കുറെ പോലീസുകാരും പിന്നെ കുറെ പഞ്ചായത്തുകാരും. എന്തിന് പറയുന്നു, ഇതിലും ഭേദം സ്വർണം കൊണ്ട് കെട്ടുന്നതാണ്. ഹലോ ഹലോ, എടാ സൂക്ഷിച്ചു വെക്കടാ, 10,000 വിലയുള്ള സാധനമാണ്. നിനക്കൊക്കെ പിള്ളേർ കളിയാണ്. എന്താടാ നോക്കിക്കട, ഉണ്ട് വെക്കട മേലെ. സൂപ്പർവൈസറെ, എടോ സൂപ്പർവൈസറെ, ഇതാര്? റിസാരിയോ അങ്കിളാ? ഇതെപ്പ തീരോടൂ? അങ്കിൾ എപ്പോഴാ കാച്ചാൻ പോണത്? വാട്ട്? അങ്കിൾ എപ്പോഴാ പാല് കാച്ചാൻ പോണെന്ന് ചോദിച്ചതാ. ഓ അത് മോർണിംഗ് 9 AM. എന്നാൽ അതിന് 15 മണിക്കൂർ മുമ്പ്, അതായത് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വീട് പൂട്ടി താക്കോല് കയ്യിലോട്ട് തരും. അക്കാര്യം സൂപ്പർവൈസർ വേലപ്പനേറ്റു. അങ്കിൾ ധൈര്യമായിട്ട് കാച്ചിക്കോ. സൂപ്പറെ, കുറച്ച് ആണി വളർന്നല്ല. ഇത്രയും വലിയ വീട്ടിൽ ഒരു ആണിയില്ല, ഒരു മുള്ളാണി പോലും. മുള്ളാണി മേടിച്ചിട്ടില്ലല്ലോ. എന്നാ ബിരിയാണി മേടിച്ചാടക്ക്. മട്ടനാ ചിക്കനാ? നിന്റെ അപ്പായ ആണിയില്ലെങ്കിൽ ഒരുത്തന്റെ കാലം ഊരിയെടുക്ക്. അവൻ ആണി ചോദിക്കാൻ കണ്ട സമയം. വാസുവശരി ഇപ്പൊ വരും. അതിന് വാസുവിന്റെ കാലം ആണിയൊന്നുമില്ല. എന്തേ? അല്ല, വാസുവിന്റെ കാലം ആണില്ലല്ലോ എന്ന് പറഞ്ഞതാ. വാസുവശന്റെ കാലിന്റെ അടിയിലല്ല, കാലിന്റെ പോടാ, പോയി കിച്ചണിലെ പണി തീർക്കടാ. പണിയാനല്ല ആണി ചോദിച്ചത്. ഒരു ലോഡ് ആണി ഇറക്കിയതാ ഇവിടെ. അപ്പൊ കിച്ചണിലെ പണി തീർന്നില്ലേ? അത് ഇന്നലെ തീർന്നല്ലോ. ഒരു മിനിറ്റ്, ഞാൻ മീറ്റ് മിസ്റ്റർ സത്യപാൽ, നഗരത്തിലെ പ്രമുഖ ബാങ്ക്. അദ്ദേഹത്തിന് ഒരു വീട് പണിയാണ്. ഞാൻ ഹരിയാണ് സജസ്റ്റ് ചെയ്തത്. താങ്ക് യു സർ, താങ്ക് യു. ഹരിയറമ്പിള്ള ഹാപ്പി ആയല്ലോ? ഞാൻ ഹാപ്പിയാണ്. സാർ ഹാപ്പി അല്ലേ? ഐ എം വെരി ഹാപ്പി. ഹലോ ഹരി. ഹലോ, വെരി നൈസ് ഓഫ് യു. താങ്ക് യു. Come on, get it. Come on. Hello. Thank you. ചെല്ലു. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇത്രയും നിസ്സാര കാര്യത്തിന് ഏട്ടന്റെ മകൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഏട്ടാ. അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതും പറഞ്ഞു എന്ന് വിചാരിച്ച് നീ എങ്ങടായി പുറപ്പാട്? എനിക്കറിയില്ല. ശരിയാണ്, എനിക്ക് പോകാനൊരിടയില്ല. എന്നാലും ഈ ഭൂമി പറഞ്ഞതല്ലേ ചേച്ചി, നടക്കാലോ. എപ്പോഴത്തെ പോലെ എന്നെ തടയാന്ന് കരുതണ്ട. ചേച്ചിയല്ലേ നീ സാക്ഷാൽ ഹരിവന്ന് തടഞ്ഞാൽ ഞാൻ നിൽക്കില്ല. കൊച്ചന്റെ ബാഗ് വേണ്ടേ? അത് നിന്റെ ഏട്ടന്റെ വകയല്ലേ? അപ്പൊ ഇതിനകത്തിരിക്കുന്ന കണ്ണടയോ? അതിങ്ങനെ തരി. കണ്ണാടി ഹരി മേടിച്ചെന്നാണെങ്കിലും അതിനകത്ത് കൂടെ നോക്കുന്ന കണ്ണന്റേതല്ലേ, അത് മറ്റാർക്കും പ്രയോജനപ്പെടില്ല. പറയോ ചേച്ചി? ഞാൻ പോകും. പോട്ടെ. പോയില്ലേ? വെളുക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ പോയതാ, ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴാ നീ പറഞ്ഞത്. എന്താ മോനെ ഇത്? ഞാൻ നിന്നോട്. വേണ്ട ചേച്ചി, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. മേലിൽ ഞാൻ ഇവര് ശല്യം നിൽക്കുന്നില്ല. മേലിലല്ല, ഇപ്പോഴുള്ള ശല്യം ഒഴിവാക്കാനാ എന്റെ തീരുമാനം. എടാ, നമ്മൾ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ ഇവന്റെ ഗതി എന്താവും? ആ ചിന്ത വേണ്ടത് ഈ മനുഷ്യനല്ലേ? അമ്മയ്ക്കറിയോ ഇന്നലെ എനിക്കുണ്ടായ നാണക്കേട് എത്രമാത്രം വലുതാണെന്ന്? അവിടെയൊക്കെ ഛർദ്ദിച്ച് വൃത്തിയേടാക്കി. ഒരു തെറ്റ് ഏത് അച്ഛനും പറ്റും, പിന്നെയല്ലേ കൊച്ചച്ഛൻ. ഒരു തെറ്റ് ഇയാൾക്ക് എന്നാ തെറ്റ് പറ്റാത്ത? വെള്ളം അടിക്കാൻ അറിഞ്ഞുടങ്ങി അടിക്കരുത്. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാ. ഹലോ, ഹലോ, അബുക്ക ഞാനാ. ഞാൻ സൈറ്റ് വരാൻ വൈകും. ക്യാഷൊക്കെ വരെ തന്നോളും. പക്ഷെ ഞാൻ വന്ന് വാങ്ങി തരേണ്ടി വരും. കൊച്ചച്ഛനാ? ഇല്ലല്ല, മൂപ്പരിപ്പ എന്റെ കൂടെ ഇല്ല. ഞാൻ സൈറ്റ് വെച്ചോണ്ടോളാം. ഹരി ഇപ്പൊ ഇഷ്ടികളോടെ കാശ് കൊടുക്കാനല്ലേ? ഞാൻ കൊടുത്തേക്കാം. ചേച്ചി ഇത് പെട്ടിയാ കട്ടിന്റെ അടിയിലേക്ക് വെച്ചേക്ക്. ഞാൻ ഊണ് കഴിക്കാറാകുമ്പോ വന്നേക്കാം. ഹരി ഞാൻ പോട്ടെ. വാസു, ഞാൻ ഏറ്റു സാറേ. അബുക്ക ഉടനെ എത്തും. നോക്കി പറഞ്ഞതിന് ഒരാഴ്ച മുമ്പ് കോൺക്രീറ്റിംഗ് നടത്തി. ബാക്കി പണി ഇതുപോലെ തീർത്ത് തന്നിരിക്കും. ഹരിയെ മോഹനേട്ടൻ വിളിച്ചിരുന്നോ? ഇല്ല. എന്താ കാര്യം? സോറി ഹരി, ഹരിക്ക് ഇന്ന് പണം തരാന്നല്ലേ പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞേ ദുബായിൽ നിന്ന് മോഹനേട്ടൻ ഡീഡി അയക്കത്തുള്ളൂ. അയ്യോ, ക്യാഷ് ഇന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ലോ. ഏറിയ 10 ദിവസം അതിനകം തന്നിരിക്കും. ഈ വിവരം ഹരിയെ നേരിട്ട് അറിയിക്കണമെന്നോ മോഹനേട്ടൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു. ശരി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. വേഗം വാ. ഗുഡ് മോർണിംഗ്. ഇതാര് സാറോ?
വിളിച്ചിരുന്ന ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഞാൻ ഇങ്ങനെയാണല്ലോ, ഒരു തീരുമാനം എടുത്താ പിന്നെ എടുത്തതാ. 5200 സ്ക്വയർ ഫീറ്റ് എന്നാ കണക്ക്. പക്ഷേ ഞാൻ ഈ കുന്തറാണ്ടം നിവർത്തി നോക്കിയാൽ ഒരു ചുക്ക് മനസ്സിലാവില്ല. എങ്ങനെയുണ്ട്? ഞാനൊന്ന് നോക്കട്ടെ. ഓ, ശരിക്കും സമയത്ത് നോക്കിക്കോ. എന്നിട്ട് അതിന്റെ ബഡ്ജറ്റും കണക്കുമായിട്ട് ഒന്ന് അങ്ങോട്ട് ഇറങ്ങും. തീർച്ചയായും. സാറിന് കുടിക്കാൻ എന്തെങ്കിലും. ഇന്ന് ചുറ്റിയുള്ള ദിവസം. ശരി ശരി. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഹരിക്ക് അറിയാമല്ലോ. ചില സമയത്ത് തോന്നുന്നു ഈ പണി അങ്ങ് നിർത്തിയാലോ. എന്റെ മാത്രമല്ല, പബ്ലിക് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കോൺട്രാക്ടർമാരുടെ അവസ്ഥ ഗുരുതരമാണ്. ഞാൻ ഒരു മാസം കൊടുക്കുന്ന പലിശയുടെ കണക്ക് കേട്ട ഹരി ഞെട്ടു. ഞാൻ തരാനുള്ള രൂപ, ആ 2 ലക്ഷം രൂപ കിട്ടിയിട്ട് എന്ത് കാണിക്കാന്? അതൊക്കെ സൗകര്യം പോലെ പിന്നെ തന്നാ മതി. നീ പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല? വിടാൻ പോവാ. ചായ കുടിക്കൂ. കുട്ടികളെ സ്കൂളിൽ വിടുന്നവരെ ഇവിടെ ഒരു മേള. ഹരിക്കിപ്പോ വർക്കൊക്കെ കിട്ടുന്നില്ലേ? ഇപ്പൊ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്. ഏതാ? വീട് തന്നെ. ചെറിയ വീട്ടിൽ ഫൈനാൻസേഴ്സ് സത്യപാലൻ. നമ്മുടെ ബ്ലേഡ് സത്യപാലൻ. ഊത്ത പണമുണ്ട് കയ്യില്. എങ്കിലും ഹരി ഒരു കാര്യം ശ്രദ്ധിക്കണം. പണി കഴിഞ്ഞ് ഒരുമിച്ച് ബില്ല് കൊടുക്കുന്നത് ബുദ്ധിയല്ല. അവസാനം കിട്ടുന്നതൊക്കെ ലാഭമാണെന്ന് ആളുകൾ കരുതും. എന്തായി ലതയുടെ കല്യാണക്കാര്യം? മിക്കവാറും ചിങ്ങത്തിലുണ്ടാവും. ആണോ? ഞാൻ ഇറങ്ങിക്കോട്ടെ, എനിക്ക് കുറച്ച്. ഓക്കെ. ഇനി സ്കൂട്ടറൊക്കെ കളഞ്ഞിട്ട് ഒരു കാറ് വാങ്ങണം. അത്യാവശ്യം വർക്കൊക്കെ ആയില്ലേ ഇപ്പോ? അങ്ങനെ ഒരു മോഹം ഇല്ലാതില്ല സർ. ശരി, ആയിക്കോട്ടെ. ഹരി, ബഡ്ജറ്റ് ഞാൻ വിചാരിച്ചതിലും വളരെ കൂടുതലാ. എങ്കിൽ തേക്ക് മരം വാതിലിനും ജനലിനും ഒഴിവാക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു 5 ലക്ഷം ലാഭിക്കാം. ഹേയ്, വേണ്ട വേണ്ട, നല്ല മരം തന്നെ ആയിക്കോട്ടെ. പിന്നെ അവിടെ കുറയ്ക്കാം. ഫ്ലോർ വേണമെങ്കിൽ കൂടിയ മാർബിളിന് പകരം ടൈൽസ് ഇടാം. അത് വേണ്ടച്ചാ, കൊറേ കഴിയുമ്പോ അതിന്റെ ഇടയിലെല്ലാം അഴുക്ക് പിടിക്കും. എന്നാ പിന്നെ മാർബിൾ തന്നെ മതി. ഫ്ലോറിംഗ് നന്നായിരിക്കണം. പിന്നെ അവിടെ കുറയ്ക്കാം. പിന്നെ ബാത്റൂം. അയ്യോ, അവിടെയൊന്നും കുറയ്ക്കാൻ പറ്റില്ല. ബാത്റൂം നല്ല വൃത്തിയായിരിക്കണം. മധുരമില്ലാത്ത പ്ലംബിംഗ് ശരിയായില്ലെങ്കിൽ പിന്നെ വീട് എന്തിനു കൊള്ളാം. പിന്നെ അവിടെ കുറയ്ക്കാം. നമുക്ക് വയറിങ്ങി കുറച്ച് ലാഭിക്കാം. എന്നിട്ട് വേണം വീടിന് തീ പിടിക്കാൻ. ഹരി, ഏറ്റവും കൂടിയ വയർ തന്നെ വാങ്ങണം. പിന്നെ അവിടെ കുറയ്ക്കാം. കമ്പിയും സിമെന്റും എന്തായാലും കുറയ്ക്കാൻ പറ്റില്ലല്ലോ സാർ. അയ്യോ, വീടിന് ചോർച്ചയൊന്നും ഉണ്ടാവരുത്. എന്തായാലും ഈ പണി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് അവസാനം നോക്കാം. അതെങ്ങനെയാ സാർ? ഈ എസ്റ്റിമേറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഏതൊക്കെ ഘട്ടത്തിൽ എനിക്ക് എത്രയൊക്കെ രൂപ തരണമെന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓ, ഒരു മിനിറ്റ്, ഞാൻ ദാ വരുന്നു. കൊച്ചച്ച, ആ ലഡുവും ജിലേബിയും മുഴുവൻ അകത്താക്കല്ലേ. അത് കഴിക്കാൻ കൊണ്ടുവന്നല്ലേ മോനെ? കഴിച്ചില്ലെങ്കിൽ കൊണ്ടുവന്നവരെ അവമാനിക്കുന്നത് പോലെയല്ലേ? ഞാൻ ഏതായാലും വീട് പണിയാൻ തീരുമാനിച്ചു. പിന്നെ ഏറ്റവും വ്യവസ്ഥകളൊന്നും നമ്മൾ തമ്മിൽ വേണ്ട. ഹരിക്ക് എപ്പ പണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവോ അപ്പ എന്നോട് ചോദിക്കാം. തന്റെ പേരിൽ മൊത്തം തുകയും ബാങ്കിലുണ്ടെന്ന് കരുതിക്കോ. ഇതാ അഡ്വാൻസ്. താങ്ക് യു. ഓ, അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ലഡ്ഡു എടുത്തോ, ആവശ്യം പോലെ എടുത്തോ. കൊച്ചച്ച, ഇനി വന്നേ. ഇനി വരാൻ. ഒന്ന് പൊതിഞ്ഞിട്ടേ. ഇങ്ങോട്ട് വന്നേ. മൊബൈൽ സാർ, ശരി. വാസു, നമ്മൾ ഈയിടെയായിട്ട് തടി അധികമല്ലേ എടുക്കുന്നത്? അന്ന് അറപ്പിച്ചത് വെച്ച് നോക്കിയാൽ പഴയ രൂപത്തിലാവൂല. സമ്മതിക്കില്ല ജോലി. അല്ല, നമ്മൾ അറക്കുന്ന തടി വേറെ എവിടെ പോവാനാ? ആവിയായി പോകത്തൊന്നുമില്ലല്ലോ. തടി എന്താ സ്പിരിറ്റ് ആണോ? എന്തായാലും മില്ലിലെ ബില്ല് വളരെ കൂടുതലായിരിക്കാണ്. വാസു ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം, നാളെ ആ റൊസാരിയുടെ വീട്ടിലെ ഫർണിച്ചർ കൊണ്ട് കൊടുക്കണേ. അത് ഞാൻ ഏറ്റു. നാളെ നീളെ ആവരുത്. ഇല്ല. എക്സ്ക്യൂസ് മീ സാർ, എനിക്ക് അത്യാവശ്യം 500 രൂപ അഡ്വാൻസ് ആയി കിട്ടിയ കൊള്ളാമായിരുന്നു. എന്തിനാ? കാര്യം പേഴ്സണലാ. നിന്റെ അത്യാവശ്യം എന്താന്ന് എനിക്കറിയാം. അയ്യോ, അതിനല്ല. ഇപ്പൊ തന്നെ 2000 രൂപ അധികം പറ്റാ. സാർ, സാറിന് ഞാൻ തരാനുള്ള 2000 രൂപ നിൽക്കട്ടെ. സാർ ഇപ്പൊ എനിക്ക് തരാൻ പോകുന്ന 500 രൂപ പിന്നെ തരാം. സാർ, എന്റെ വിചാരം മനസ്സിലാക്കണം സാർ, പ്ലീസ്. ഈ അഡ്വാൻസ് പരിപാടി ഇതോടെ അവസാനിപ്പിച്ചേക്കണം. കാമേശ്വര, എന്തോ
ഒരു പെണ്ണ് കിട്ടി എന്നെ പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട തുടങ്ങുമോ വാസുവണ്ണ? ശരിയാവില്ല. എന്താ നാടാ നോക്കി നിൽക്കുന്നത്? ഉരുപ്പടികൾ പോയി ഇറക്കി വെക്കേ. പിടിക്കേ അവനെയൊക്കെ. അങ്കിൾ എന്താ? റൊസാറി അങ്കിളില്ലേ? സാർ കുളിക്കുക. കുട്ടി കുളിച്ചോ? ഞാൻ രാവിലെ കുളിച്ചു. ഇല്ലെങ്കിൽ കൊച്ചമ്മ അടുക്കള കേട്ടില്ല. കഴിഞ്ഞ ആഴ്ച കണ്ട പോലല്ല ഒന്ന് വിരിഞ്ഞിട്ടുണ്ട്. ജോലി തുടങ്ങുന്നില്ലേ? തുടങ്ങണേലേ ഒരു കട്ടൻ വേണം. കട്ടനോ? കർട്ടനല്ല, കട്ടൻ കാപ്പി. പഞ്ചാര കൂട്ടിയിട്ടോ? കാപ്പിയിൽ ലേശം ചുക്കിട്ടാ തരക്കേടില്ലായിരുന്നു. ബുദ്ധിമുട്ടാവില്ലേ? കുറച്ച് ഇഞ്ചിയും കുരുമുളകും കൂടി. എങ്കിൽ പിന്നെ തനിക്ക് രസം വെച്ച് തരാം. മതി. ജോലി നോക്കടോ. കുട്ടി കട്ടിലാണോ കിടക്കുന്നത്? ഞാൻ തറ പാ വിരിച്ച കിടക്കുന്നത്. അയ്യോ, മരവിക്കത്തില്ലയോ? ഞാൻ കുട്ടിക്ക് ഒരു കട്ടില് പണിഞ്ഞു തരട്ടെ. ഒരു ഡബിൾ കോട്ട്. അതാവുമ്പോ രണ്ടുപേർക്ക് കിടക്കാം. ഏത്? ഞാൻ കൊച്ചമ്മ വിളിക്കും കേട്ടോ. അയ്യോ, വേണ്ട വേണ്ട. മനുഷ്യനാണല്ലേ. മരവിക്കുമേ. ഉച്ചയ്ക്കാവട്ടെ. എവിടെ ചെന്നാലും ആശാൻ ഇത് തന്നെയാണ് പണി. ഏത് പണി? നീ എന്താടാ അങ്ങനെ ചോദിച്ചില്ല? തടി ആശാനും മടി എനിക്കും ആണല്ലോ. നീ ഒരു മുറുക്കാൻ വാങ്ങിച്ചോണ്ടോ? വായിൽ ക്യാൻസർ എന്ന് പറഞ്ഞ ആശാൻ മുറുക്ക് നിർത്തിയല്ലേ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ക്യാൻസർ എങ്കിലും പ്രശ്നമല്ല. പോയി വാങ്ങിച്ചോണ്ടോ? പുകല വേണോ? അതെ, ഞാൻ ഉപയോഗിക്കാൻ നിനക്ക് അറിയില്ലേ? അല്ല, ഇവിടെ അടുത്തെങ്ങനെ പെട്ടിക്കട ഉണ്ടാവാവോ? ഉണ്ടോന്ന് ഞാൻ പോയി അന്വേഷിച്ചിട്ടൊന്ന് പറയാം. കാശെന്നാ പോയി വാങ്ങിച്ചോണ്ടോ? എടോ, ആയുധം തന്നിട്ട് പോടോ. ആയുധം തിന്നാ യുദ്ധത്തിന് പോകാനാ? ഇവള് കയ്യിന്ന് പോയി. കാപ്പി എത്തിയില്ലല്ലോ. ലുങ്കി മാറ്റി സാരി എടുത്തോ? അയ്യോ സാർ, ഡബിൾ കോട്ടർ റെഡി. ഒരു കൊട്ടുപടി, 4 അടി കട്ടിൽ റെഡി. അതാണ് അഞ്ചരി തേക്കൽ വാസുവിനാശാരി. എങ്ങനെയുണ്ട് സാർ വൈഫ് അല്ല വർക്ക്? കടച്ചിലല്ല, കൈപ്പണിയാണ് സാർ. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? തല്ലിപ്പൊട്ടി. Stupid fool of an ass! What the hell have you done? Useless fellow. Get out, I say. I'll see to it. I must call Hari now. കഞ്ഞിപ്പാട്ട് വീണ്. എത്രയുണ്ട്? 9 അടി. സാറേ 9 അടി. മൈദിലേ ആ സിമന്റ് വേഗം കുഴച്ചു കൊടുക്ക്. ഓ, മൈദിയുടെ കുഴക്കല്ലാളെ പൊട്ടി വാങ്ങിച്ചു. കുറെ നാളെ താൻ എന്റെ കുഴയ്ക്ക് പിന്നാലെ നടക്കുന്നു. സാർ ഇവിടെ നിൽക്കുന്നില്ല, ഈ തന്നെയാണല്ലോ. ഇവിടെ പറഞ്ഞാണ് താഴത്ത് പിടിക്കടാ. എന്താ പെണ്ണെ, ആകാശത്ത് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? മനുഷ്യനെ ഇപ്പൊ കൊല്ലായിരുന്നല്ലോ. സോറി. എന്താ സോറി? ഈ സ്കൂട്ടർ ആരുടെ നെഞ്ചത്തല്ലല്ലോ ഇരുന്ന്. ആ ഹാൻഡിൽ പിടിച്ചു പോക്ക്. രാവിലെ ഇറങ്ങിക്കോളും കെട്ടി ഒരുങ്ങി. മൈൻഡ് യുവർ വേർഡ്സ്. തന്റെ ഭാഷ കുറച്ച് മര്യാദക്കാക്കണം. അല്ല, കുട്ടികളോ ഭാഷ പഠിപ്പിക്കാൻ വലിയ ഭാഷ കൊള്ളാലോ ഈ പെങ്കൊച്ച്. ശരിയല്ലേ? നിങ്ങൾ പോയി പണി നോക്ക്. എന്റെ സൈഡിലെ കാർ ഓടിച്ച് തോന്നിയ ദിവസം കാണിച്ച പോരാ, ഇനി എന്റെ ഭാഷയെ ശരിയാക്കണമെന്ന്. പെണ്ണായി പോയ നിന്റെ ഭാഗ്യം. ഇതെന്താ ബക്സേറ്റോ അതോ ഗുണ്ടൊക്കെയാകുമ്പോ? ഡാഡി, ഡാഡി ഇങ്ങനൊരു സാധനം കൂടി ഉണ്ട്. ഹരി, ഇതാണ് എന്റെ ഇളയ മകൾ കാവ്യ. ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുക. വെരി ഗുഡ്. പക്ഷെ ഡ്രൈവിംഗ് പഠിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും അല്ലേ സാർ? സോറി സാർ, എനിക്കൊരു ഇടം വരെ പോണായിരുന്നു. ഓ മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? ഹലോ ഹരി, ഈ ലോഡാക്ക് വിറ്റേക്ക് ഒരു കാർ വാങ്ങണോ? സാറ് സെക്കൻഡ് ഹാൻഡ് പേര് മാത്രമേ ഉള്ളൂ, വണ്ടി പുതിയ തന്നെ.
ആയിരിക്കാം, പക്ഷെ എനിക്കിത് വാങ്ങാൻ നിവൃത്തിയില്ല സുഹൃത്ത്. എന്നാൽ ആദ്യം കാണിച്ചു നോക്കിയാലോ? ഡോക്ടർ എബ്രഹാമിന്റെ കാറ് അദ്ദേഹം മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഒരു 1.80 തരാം. അത്രയും ബഡ്ജറ്റ് ഞങ്ങൾക്കില്ല. അതൊന്നും പ്രശ്നമാക്കുന്നുണ്ടേ. ഞങ്ങൾ തന്നെ വണ്ടിക്ക് ലോണും ശരിയാക്കുന്നുണ്ട്. 12% പലിശയുള്ളൂ. ലോൺ ഞാൻ തന്നെ അടച്ചു തീർക്കണ്ടേ? അതാകുമ്പോ ഒരു ഗമയുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, അത് ഇയാൾക്ക് കൊടുത്തേക്ക്. അല്പം ഗമ എഴുന്നോട്ടെ. സാറിന് ഇത് വേണമെങ്കിൽ 0% പലിശക്ക് തന്നേക്കാം. 12 തവണകളായി കാശടച്ചാൽ മതി. സംഭവം പരമ രഹസ്യമായിരിക്കണം. ഒരു 10,000 രൂപ കൂടി ഞാൻ കുറച്ചു തരാം. ഒന്നിങ്ങന്മാരെ, ഈ വണ്ടിയാണെങ്കിൽ വേറൊരു ഗുണമുണ്ട്. 3-4 പാക്കറ്റ് സിമെന്റോ 10-12 ചട്ടി മണലോ 5-8 തൊഴിലാളികളോ ഒരു സൈറ്റിൽ നിന്ന് മറ്റേ സൈറ്റിലേക്ക് അൺലോഡ് ചെയ്യാം. വിനോദ്, സാറിന്റെ പേപ്പറെല്ലാം ശരിയാക്കി കൊടുക്ക്. എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? നീ ഒന്ന് തുപ്പിയേ. തുപ്പാൻ എന്റെ മുഖത്തല്ല, താലത്തില്. എനിക്ക് വയ്യ. അസൂയക്കാരുടെ കണ്ണ് കിട്ടാതിരിക്കാനാണ്. അസൂയക്കാരുടെ കണ്ണും. അമ്മേ ഭഗവതി, ഇപ്പൊ ഒരു മുട്ടൻ കാറ് വാങ്ങിക്കുക, ചെറിയ ചെറിയ വർക്ക് എടുത്തിരുന്ന കോൺട്രാക്ട് കയറിയിടുമ്പോൾ ഇപ്പൊ ലക്ഷങ്ങളുടെ കരാർ ഒപ്പിടുക, അപ്പൊ കണ്ണു വയ്ക്കും. ശരിയാ മോനെ, നന്നാവുന്നത് കാണുമ്പോ കണ്ണുകടിയുള്ളവരാ കൂടുതൽ. ഇനിയിപ്പോ പത്മാവതി അമ്മയ്ക്ക് സ്വന്തം കാറി ഞെളിഞ്ഞിരുന്ന് അമ്പലത്തിലൊക്കെ പോവാലോ. എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല മോൾ. നിന്റെ കല്യാണത്തിന് മുമ്പ് ഇതൊന്ന് മേലോട്ടുയർന്ന് ഈ വീട്ടിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടണമെന്ന ആഗ്രഹമേ ഉള്ളൂ. അതിന് ഈ കാർ വാങ്ങിയൊന്നും തടസ്സമാവില്ല. അമ്മയ്ക്കറിയോ, ബിസിനസിന്റെ ആവശ്യത്തിന് ഇന്നൊരു കാർ അത്യാവശ്യമാണ്. ആയിക്കോട്ടെ, ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. മോൻ ഓർമ്മയില്ലേ പണ്ട് അച്ഛൻ ഇതുപോലൊരു തറ കെട്ടിയത്? പല തടസ്സങ്ങളായിട്ട് അത് മേലോട്ടുയർന്നില്ല. അവസാനം ആ തറയടക്കം പറമ്പും വിറ്റ് കടവും വീട്ടി നാടും വിട്ടാ നമ്മൾ ഇവിടെ വന്നത്. അന്ന് തുടങ്ങിയതാ ഈ വാടക വീട്ടിലെ വാസം. 2-3 ദിവസത്തിനകം നമ്മുടെ വീടിന്റെ പണി വീണ്ടും തുടങ്ങും. പണിക്കാരെ എല്ലാ സത്യവാന സാറിന്റെ വീട് പണിക്ക് നിർത്തിയിരിക്കുക. ഇവളുടെ കല്യാണത്തിനൊപ്പം മോന്റെയും കൂടെ നടന്നിരുന്നെങ്കിൽ. സമയാവട്ടെ, നോക്കാം. നിനക്കൊക്കെ നാണല്ലേ ഈ പാട്ടുകാരിക്ക് തല്ല് മേടിക്കാൻ? ഒരു പഴഞ്ച് കാർ വാങ്ങിന്ന് പറഞ്ഞ അയാളുടെ ഒരു ഗമ ഇത് ഒരിക്കലും വേണ്ടാത്തല്ലേ, വെറുതെ കിട്ടിയതായിരിക്കും. വാടാ നമുക്ക് പോവാ. അടി കിട്ടുന്നെങ്കിൽ വല്ല ബെൻസിലോ ടൊയോട്ടയിലും കയറിട്ടാവണം. അതൊക്കെ ഇടിച്ച് കത്താൻ ഒരു അന്തസ്സാ. അയ്യോ വേണ്ട മോനെ, ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടിയാ ചേട്ടൻ ഇന്നലെ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. വേണ്ട, ചേട്ടൻ തോറ്റു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളുടെ ദേഹത്ത് തൊട്ട് കളിക്കരുത്. സമ്മതിച്ചു. ഈ വിവരമില്ലാത്ത ചേട്ടനോട് വിവരമുള്ള നിങ്ങൾ ക്ഷമി. വാടാ, ട്യൂഷൻ തുടങ്ങാൻ നേരായി. എന്നാ വേഗം ചെല്ല്. പിള്ളേരായാലേ പഠിക്കാൻ ഇങ്ങനെ ശുഷ്കാന്തി വേണം. ചേട്ടാ, അത് പിള്ളേരാകുമ്പോ പോരെ ചേട്ടാ, ഞങ്ങൾക്കാർക്കും പിള്ളേരില്ലല്ലോ ചേട്ടാ. മക്കളെ, ഇതിനെ കൂടെ എടുത്തോണ്ട് വിടാ. വണ്ടി
കോൺട്രാക്ടർ സാറേ ഞങ്ങൾ സഹായിക്കണോ? ഇരുമ്പ് പണിക്കാണെങ്കിൽ ഈ വണ്ടി ഞങ്ങൾ എടുത്തോളാം. എന്താ വണ്ടി ചത്തുപോയോ? ഒന്ന് സഹായിക്കടാ. ഞങ്ങൾ ഈ പേടകത്തിലൊന്ന് കേറിയപ്പോ എന്തായിരുന്നു തന്റെ ഗമ? അതൊന്നും ഇതുവരെ മറന്നില്ലേ? ശരി, ഈ ഫ്രണ്ടിന്റെ ഈടിച്ച് ഫ്രണ്ടിന്റെ ഈടുന്നാണല്ലോ. തള്ളിക്കോ. തള്ള തള്ള തല്ലിപ്പൊളി വണ്ടി, തള്ള 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 തല്ലിപ്പൊളി വണ്ടി, തള്ള 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 തല്ലിപ്പൊളി. ഇമാതിരി പാട്ടൊന്നും വേണ്ട. ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച നല്ല ഒന്നാം തരം വണ്ടിയാ. എന്നാ വേണ്ട, നമുക്ക് ഈ പന്ന വണ്ടി തള്ളണ്ട. നമുക്ക് ചതിക്കല്ലേ ചതിക്കല്ലേ ചതിക്കല്ലേ. നിർബന്ധമാണെങ്കിൽ പാടിക്കോ, എന്നാ വേണമെങ്കിലും പാടിക്കോ. ഞാൻ ആലോചിക്കായിരുന്നു മോൻ എന്താ ഇത്ര വൈകുന്നെന്ന്. ഞാൻ വൈകിയില്ലല്ലോ. കൊച്ചച്ഛൻ എവിടില്ലേ? പണി കഴിഞ്ഞ് വാസുവിനെയും മേസ്ത്രിയും കൂട്ടി പുറത്തേക്ക് പോയി. അപ്പൊ ഒറ്റയ്ക്കല്ല സേവയ്ക്ക് ഇറങ്ങിയത്. എത്ര പറഞ്ഞാലും കേക്കില്ല. ഈ പണിക്കാരൻ കൂട്ടി പുറത്തു പോയി കുടിക്കരുതെന്ന്. ഹരിയേട്ടാ, നീ എപ്പോ വന്നു? കുറച്ചേരെ. അമ്മാവനും അമ്മാവിക്ക് എന്തുണ്ട് വിശേഷം? അവർക്ക് എന്ത് വിശേഷം? ഇട നാണം കേട്ടവനെ. കല്യാണ നിശ്ചയം കഴിഞ്ഞാലും നീ ഇവിടെ പുറകിൽ നിന്ന് മാറില്ലല്ലേ? കളിയാക്കാതെ ഏട്ടാ. ഒരു ഗ്ലാഡ് ന്യൂസ്. അത് ഹരിയേട്ടനോട് നേരിൽ പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഏട്ടാ, സേതുവേട്ടന് +2 അധ്യാപകനായി ജോലി കിട്ടി. ആ കണ്ടല്ലോ, എന്റെ ലതക്കുട്ടിയെ നീ കെട്ടാൻ നിശ്ചയിച്ചേ ഉള്ളൂ. അപ്പോഴേക്ക് അവളുടെ ഐശ്വര്യം നിനക്ക് കിട്ടാൻ തുടങ്ങി. വേറെ ഒരു പാരലൽ കോളേജ് വാദ്യകാരായിരുന്ന നീ ഇനി +2 അധ്യാപകൻ. അല്ലേലും എന്റെ മോള് ഭാഗ്യവതിയാ. എന്നാ ഞാൻ ഇറങ്ങാം. ഇപ്പൊ ചെന്ന ഒരു വണ്ടി കിട്ടും. വാ, ഞാൻ നിന്നെ റോഡിലോട്ട് വാടാ. ഹലോ. രമണി ചേച്ചി, ഇത് ഹരിയാണ്. സോറി ഹരി, ഡീഡി ഇതുവരെ എത്തിയിട്ടില്ല. കുറച്ച് ദിവസം കൂടെ ഹരി ക്ഷമിക്കണം. മോഹനേട്ടൻ അവിടെ എന്തോ ഒരു ഫിനാൻസ് പ്രോബ്ലം. ഹരിയെ പ്രത്യേകം അറിയിക്കണമെന്ന് പറഞ്ഞു. കഷ്ടമായല്ലോ. മോഹനേട്ടനെ വിളിച്ച് എത്രയും വേഗം പണം എത്തിക്കാൻ പറയണം. ശരി എന്നാ. എന്ത് ചെയ്യും? ആ സത്യവാന സാറാണെങ്കിൽ ചോദിച്ച എന്റെ പകുതി പണമേ തന്നുള്ളൂ. അപ്പൊ ബാക്കി കോൺക്രീറ്റിംഗ് എങ്ങനെ നടക്കും? പണം ഇങ്ങനെ എല്ലായിടത്തും ബ്ലോക്കായാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി തുക കൂടി നിർബന്ധമായിട്ട് അയാളോട് ചോദിക്കാം. അത് ശരിയല്ലല്ലോ. 10 ദിവസം കഴിയുമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചല്ലേ? അത് സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 500 രൂപ അഡ്വാൻസ് ആയി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഒന്ന് പോടോ. മനുഷ്യ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു അഡ്വാൻസ്. ഇപ്പൊ അഡ്വാൻസ് എത്രയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ സില്ലി മാറ്റം ശ്രദ്ധിക്കാറില്ല. ഹരി സാർ, പൈസ ഇന്ന് വരും, ഇന്ന് തന്നെ പോകും. സാർ എന്റെ വികാരം മനസ്സിലാക്കണം. തന്റെ ആരെങ്കിലും ചാവാൻ കിടക്കാണെന്ന് പറഞ്ഞാൽ പോലെ എന്റെ 5 പൈസ ഇല്ല. കൊച്ചച്ചൻ വാ, നമുക്ക് ഒരിടം വരെ പോവാം. അവർക്കൊരിടം വരെ പോവാം. ഇന്നും മല്ലികയോട് കടം പറയണം. സാരില്ല. യെസ്, വരാൻ പറയൂ. മിസ്റ്റർ ഹരിഹരൻ പിള്ള, വാ വാ വാ, ഇരിക്കേ. സാർ, എനിക്ക് അവിചാരിതമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. നാളെ കഴിഞ്ഞ് നമ്മൾ കോൺക്രീറ്റ് തീരുമാനിക്കുകയും ചെയ്തു. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാമെന്ന് കരുതിയതും ഫോൺ ചെയ്തതും. മിസ്റ്റർ ഹരിഹരൻ പിള്ളയ്ക്ക് ഞാൻ കൃത്യമായി പണം തരില്ല എന്നൊരു തോന്നലുണ്ടോ? അയ്യോ സാർ, അങ്ങനൊന്നും ഇല്ല. അല്ല, എന്തെങ്കിലും അവിശ്വാസമുണ്ടോ? അങ്ങനെയൊന്നും ധരിക്കരുത്. നിങ്ങൾക്കറിയോ, ഈ വർക്കിന് വേണ്ടി എന്നെ എത്രയോ ആർക്കിടെക്ട്സും മേജർ കോൺട്രാക്ടേഴ്സും സമീപിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും ഈ വർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നു. അതെനിക്കൊരു ഉപദ്രവമാവരുത്. നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ട സംഖ്യ. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അടുത്ത പേയ്മെന്റ് അടുത്ത സ്റ്റേജ്. അതങ്ങനെ മതി സാർ, തീർച്ചയായും സാർ. താങ്ക് യു. ഓ, യൂണിയൻകാരെ അന്വേഷിച്ചില്ലേ? 3-4 മൈൽ ചുറ്റുള്ളവർ അന്വേഷിച്ചു. ഈ പ്രദേശത്ത് അട്ടിമറിക്കാരേ ഉള്ളൂ. അവർക്ക് ലോഡ് കയറ്റാനോ ഇറക്കാനോ താല്പര്യം. പണി എങ്ങാനും തുടങ്ങിയാൽ ഉടനെ എത്തിക്കോളും. നോക്കൂലെന്നും പറഞ്ഞിട്ട് ഇന്ന് കോൺക്രീറ്റിംഗ് നടന്നില്ലെങ്കിൽ എത്ര നഷ്ടം. നമ്മുടെ പണിക്കാരെ ആരെയും ഇതുവരെ കണ്ടില്ലല്ലോ. എന്താ ഹരി, പണി ഇതുവരെ തുടങ്ങിയില്ലേ? തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ സാർ. അതെ, തമിഴന്മാരാ പതിവ്. കാവേരി പ്രശ്നത്തിൽ അവരിന്നൊരു മിന്നൽ പണിമുടക്കി. ചാടി ഇറങ്ങണോ? സാറേ,
ചാടി ഇറങ്ങാത്ത ഒരു പണി കീർത്തത്തില്ല. എന്റെ വാസു, നീ എങ്ങനെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വരണ പരിപാടി. ഞാൻ ആദ്യമേ പറഞ്ഞതാ, എനിക്ക് നടുവേദനയാണ്, ഒരിടത്ത് ഇരുന്നുള്ള പണിയെ എനിക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ഒരൊറ്റ പണിയേ ഉള്ളൂ, ഉണ്ണല്. അതല്ലാതെ വേറൊരു പണിയും കൂടെ ഉണ്ട്, സൂപ്പർവൈസർ പണി. ഈ വാസു എന്തൊരു തമാശ. ക്ഷമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞു. വേഗം പാടാ. ഒന്ന് എളുപ്പം. മിക്സിംഗിൽ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് കൃത്യമായി ചേർത്തിട്ടുണ്ടല്ലോ. വാട്ടർ പ്രൊഡ്യൂസ് കോമ്പൗണ്ട് അത് വൈറസത്തിനുള്ളതല്ലേ? തന്നെ കളിയാക്കാണോ? അരിക്ക് മനസ്സിലായി കാണില്ല. അരി ഇവളൊക്കെ പഠിച്ചിട്ടാ വന്നത്. കോൺക്രീറ്റിന് സിമെന്റ് മണ്ണും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? 1:10. എന്താ പറഞ്ഞേ? 1:10? കുട്ടി, ഇതെന്റെ ആദ്യത്തെ വർക്കല്ല. 1-2 വീട് പണ്ട് കഴിഞ്ഞ കോൺട്രാക്ടർമാർ എഞ്ചിനീയർ ആവുന്ന നാടല്ലേ ഇത്? എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാർ തേരാപ്പാടെ നടക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുന്ന എന്റെ കഴിവ് ബോധ്യപ്പെട്ടിട്ട് തന്നെ. ഇവൾ എന്റെ മോളായതുകൊണ്ട് പറയല്ല. എന്നാ സാറിന്റെ മകളായതുകൊണ്ട് തന്നെ പറയാണ്. ഈ കുട്ടി ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വിട്ടുകൊടുത്താലോ ഡാഡി? നമുക്ക് എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അലർജിയാ, അലർജി. ഇത് എന്ത് സിമെന്റാ? ചെട്ടിനാട്. ടേസ്റ്റ് നോക്കി പറയാൻ താന്റെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അയാൾ എന്ത് രുചിച്ചു നോക്കി പറയുന്ന ആളാ. ഞാൻ ഈ പണി ചെയ്യേണ്ടവല്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് പെരുന്തച്ച ഫാമിലിയാ. കേട്ടിരിക്കും, ആഞ്ഞിലിച്ചക്കേതിൽ വാസ്തവൻ ആചാര്യാണ് ഞാൻ. പെരുന്തച്ച ഫാമിലി. കണ്ടാ പെരിച്ചാഴി ഫാമിലി എന്ന് തോന്നുന്നു. നമ്മൾ ഒരേ ഫാമിലിയാണെന്ന് ആരും പറയില്ല. അതില്ല. അങ്ങോട്ട് മാറ്റി കുത്തറ. നീ എന്താ ആടുന്നത്? എന്റെ കാല് ഉറക്കണില്ല മേശരി. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് അവിടെ ഇരിക്കട്ടെ. എന്റെ കാല് ഞാൻ ഉറപ്പിക്കാതാ. നീ വിഷമിക്കണ്ട, നീ അവിടെ നിൽക്കും. എന്റെ പ്രതിഷ്ഠ ഉറപ്പിക്കുക. എത്ര ഉറപ്പിക്ക ആളാണ് ഞാൻ. ഇപ്പൊ കൊള്ളാം. ഇപ്പൊ ആടുന്നില്ല. ഇപ്പൊ ആടുന്നില്ല. നീ പോടാ. എടി മൈഥിലി, രണ്ടിനോട് കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കളിക്കാനും ചിരിക്കാനും കൈയും കാലും കാണിക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. സുന്ദര, എന്ത് പണിയാടേ കാണിച്ചേ? മദ്യപിച്ചെന്റെ കാലുറക്കാണ്ട് വന്നപ്പോ മേസിന് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുക. അനങ്ങാൻ പറ്റൂല. അത് സെറ്റായി പോയി സാറേ. ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ താഴെ കോൺക്രീറ്റ് വീഴുന്നോ? ഓ, ഇത് കുറെ നേരമായി തള്ളി. ഞാൻ ആഞ്ഞിലത്തെക്കതിൽ വാസ്തവനാശാരി പെരുന്തച്ച ഫാമിലിയാ. ഇവനൊക്കെ ജോലിക്ക് കൊണ്ടുവന്നേ. മോളെ മോളെ മോളെ, അയ്യോ മോളും വീണു. മോളെ മോളെ, നീ എവിടെയാ? നീ അമ്പടാ, നീ അതൊക്കെ ചെയ്തതല്ലേ? ആരാടാ ചാർജ് കൊടുത്തത്? പറയടാ. സത്യപാലൻ പറഞ്ഞാലേ ഇവിടെ. ഞാനാണോ സത്യപാലൻ? അയ്യോ, ഞാൻ വിചാരിച്ചു സിമെന്റ്. എനിക്കൊന്ന് കണ്ടൂടാ. ഇപ്പൊ കാണിച്ചത്. കാണാം കാണാം ഇപ്പൊ കാണാം. അയ്യോ
മുക്കിക്കൊല്ലാൻ നോക്കുന്നുണ്ട് അരിപ്പാളി. ഈ വേഷത്തിൽ എങ്ങനെ അങ്ങോട്ട് പോകും? എന്ത് പറ്റി സാർ? ഇത് തന്നെ പറ്റിയത്. തനിക്ക് എവിടെ നിന്ന് കിട്ടിയോട് ഈ പോളന്മാരെ പണിക്ക്? സോറി സാർ, ചോറിയാ? എന്ത് ചോറി? കൊച്ചാ എവിടെ പോയി കിടക്കുന്നു? ലതക്കുട്ടി എന്തി? അവള് കിടക്കുക. എന്താ ഉച്ചയ്ക്ക് പതിവില്ലാതൊരു കിടപ്പ്? വല്ല പനിയോ? ഏയ് അതൊന്നുമല്ല. നാണുവേട്ടൻ വന്നിരുന്നു. എന്താ പ്രത്യേകിച്ച്? നിന്നെ കാണാനാ വന്നത്. നീ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന പതിവില്ലെന്ന് പറഞ്ഞോണ്ടാ തിരിച്ചു പോയത്. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ചങ്കില് കത്തി വെക്കുന്ന കാര്യാ. സേതുവിന് ഉദ്യോഗം തരപ്പെടുത്താൻ 4-5 ലക്ഷം ഉറുപ്പിക ചെലവായത്രേ. അതിന് ഇപ്പൊ അവന് എന്ത് സ്ത്രീധനവും കൊടുക്കാൻ തയ്യാറായിട്ട് ചില ആലോചനകൾ വരുന്നുണ്ട് പോലും. ഇത് തന്നെ നടത്താൻ എന്റെ കുട്ടി പെടാപ്പാടാപ്പെടുന്നെന്ന് ഞാൻ പറഞ്ഞപ്പോ 3 ലക്ഷമെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അമ്മയ്ക്ക് അയാളോട് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്ത് സ്ത്രീധനവും കിട്ടുമെങ്കിൽ അത് മേടിച്ച് മകനെ കൊണ്ട് ആരെങ്കിലും കെട്ടിച്ചോളാൻ. കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യൻ. വേണ്ട, ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞ് അവന്റെ ശമ്പള സ്കെയിലിൽ വരുന്ന ഉയർച്ചയ്ക്കൊത്ത് അയാൾ കൈനീട്ടിക്കൊണ്ടിരിക്കും. ചോദിക്കുന്ന അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇവളുടെ ഗതി എന്താവും? വേണ്ട, ചോറുണ്ടോ മോനെ? എനിക്ക് വേണ്ട. അവിടെ ചെന്ന് അയാളുടെ മുഖത്ത് നോക്കി 4 പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചാലേ ഇനി എനിക്ക് ചോറിറങ്ങും. ഊണ് കഴിഞ്ഞ് തിരക്കിട്ട് എവിടെയോ പോകുന്ന കണ്ടു. മോൻ എന്തായാലും ഇരിക്കേ. സേതു, നീ കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ നാടകം? അത് ഞാനിവിടെ അമ്മാവനോട് ചോദിച്ചതാ. എന്റെ പെങ്ങളെ ഇവനെ കൊണ്ട് കെട്ടിക്കണമെങ്കിലല്ലേ ലക്ഷങ്ങൾ തരേണ്ടത്. അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. നിന്റെ ഇപ്പോഴത്തെ ഉദ്യോഗ സ്റ്റാറ്റസും പത്രാസും അനുസരിച്ചുള്ള സ്ത്രീധനം തന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരാനുള്ള നിവൃത്തി എനിക്കിപ്പോഴില്ല. അമ്മാവി, അമ്മാവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഇവന്റെ കഴുത്തിൽ വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡ് എഴുതി കെട്ടിത്തൂക്കി ഏതെങ്കിലും കാളച്ചന്തയെ കൊണ്ട് നിർത്താൻ. എന്നിട്ട് ലേലം വിളിച്ച് ഉയർന്ന സംഖ്യ ഉറപ്പിക്കുന്നവന്റെ പെങ്ങളെ മകളെ ആരെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാൻ. എന്തു വേണമെങ്കിലും പറഞ്ഞു, ഞാനെല്ലാം നിരപരാധിയാണ്. നീ ലതക്കുട്ടിയോട് താല്പര്യം കാണിച്ചപ്പോ അമ്മാവന്റെ സ്വഭാവം അറിയാമായിരുന്നിട്ട് ഞാൻ അതിന് കണ്ണടച്ചത് നീ ഒരു ആണല്ലേ എന്ന് കരുതിയിട്ടാ. ഇപ്പൊ ഈ ജോലി കിട്ടണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവാൻ ഞാൻ. അച്ഛന്റെ ദുരാഗ്രഹത്തിന് ഞാൻ എന്താ ചെയ്യാ? ഞങ്ങളെ തമ്മിൽ പിരിക്കല്ലേ ഹരിയേട്ട. അമ്മാവൻ എന്ത് പറഞ്ഞു മോനെ? അവളെവിടെ? ഉച്ചയ്ക്കാ കിടപ്പ് കിടന്നതാ. കരച്ചിലോട് കരച്ചില്. സങ്കടം ഉണ്ടാകാണ്ടിരിക്കോ? ഏറെ മോഹിച്ചതല്ലേ. ഈ തോളിക്കടത്തിയല്ലേ ഞാൻ അവളെ വളർത്തിയത്. അവളുടെ ഏത് ആഗ്രഹത്തിനാ ഞാൻ എതിരെ നിന്നിട്ടുള്ളത്? അതിന് നീ അവൾ കേട്ട മാത്രമല്ലല്ലോ. പാവം കുട്ടി. അച്ഛന്റെ മുഖം പോലും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല. മോൻ ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കും. അമ്മ വിഷമിക്കണ്ട. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവളുടെ സേതുവിന്റെ വിവാഹം നടക്കും. ഹരി, പൈസയെ പറ്റി ഓർത്ത് താൻ വിഷമിക്കണ്ട. തനിക്ക് തരാനുള്ള തുക പൈസ കണക്ക് തീർത്ത് തന്നിരിക്കും. അതും തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. ഞാനത് നിഷേധിക്കുന്നില്ല സാർ. പക്ഷേ 2 മാസം കൊണ്ട് ഇത്രയും പണികള് തീർത്ത് തരിക എന്ന് പറഞ്ഞാൽ. ഹരി, അതെനിക്ക് നിർബന്ധ. ഞാൻ പറഞ്ഞില്ലേ, മൂത്ത മകളുടെ കല്യാണം എനിക്ക് എന്റെ പുതിയ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം. രാവും പകലും പണിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഹരി, 2 രൂപയുണ്ട്, പണി നടക്കട്ടെ. അയ്യോ, ഇത് പോരാ സാർ. സാർ നോക്കൂ സാർ, 10 ലക്ഷത്തിനടുത്ത് ബില്ലുണ്ട്. ധൈര്യമായിരിക്കും ഹരി. 3-4 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. തിരികെ വരട്ടെ, പരിഹാരം ഉണ്ടാക്കാം. സാർ, എന്താ 500 രൂപ വേണമായിരിക്കും. ഇത് കേട്ടോ വേലപ്പേട്ട, ഈ ഹരിസാറിന്റെ ഒരു തമാശ. 500ന്റെ കേസൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അപ്പൊ നിന്റെ വികാരങ്ങളോ? വികാരങ്ങൾ വിചാരങ്ങൾക്ക് വഴിമാറി എന്റെ കല്യാണം നിശ്ചയിച്ചു. പെണ്ണിനെ പിടിച്ചോ? അതൊക്കെ തെറ്റല്ലേ? കല്യാണം കഴിഞ്ഞിട്ടാവാലോ. സാറൊന്നും വിചാരിക്കരുത്. എന്താ? പെണ്ണ് സുന്ദരിയാണ്.
അതേതായാലും നന്നായി. നീ സുന്ദരൻ, അവള് സുന്ദരി. നല്ല ചേർച്ചയുള്ള പേരുകൾ. വരുന്ന മാസം 26-ാം തീയതി എന്റെ കല്യാണമാണ്. സാറ് വരണം. സാറിന്റെ അനുഗ്രഹവും ഒരു കവറും പ്രതീക്ഷിക്കുന്നു. കവറേ സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിലാണ് ഞാൻ. എന്നെ ഹെൽപ്പ് ചെയ്യണം. ഓ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഇതുവരെ ഈ പലനാൾ കള്ളനെ ആരും പിടിച്ചില്ലല്ലോ. ഇത് പറഞ്ഞാലും കൂടുതലുണ്ടല്ലോ വാസോട്ടാ. അതൊന്നും നീ നോക്കണ്ട, അതൊക്കെ മണ്ടൻ സൂപ്പർവൈസർ നോക്കിക്കോളൂ. എനിക്ക് തരാൻ പറഞ്ഞ കട്ടിൽ എന്നത്തേക്കാവും വാസോട്ടാ? മലേഷ്യയിൽ നിന്ന് കുറച്ച് തടി വരുന്നുണ്ട്. അതിൽ നിന്ന് അടിച്ചു മാറ്റി ഒരു കട്ടിലുള്ളത് ഞാൻ നിനക്ക് തരാം. പക്ഷേ കടവില്ല, ഒക്കെ കാശ് തരണം. അതൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ. എടാ 50 കണ്ടി മരം മറുത്താൽ അതിൽ നിന്ന് 5 കണ്ടി തടി കുറഞ്ഞാൽ ഒരു തെണ്ടിയും കണ്ടുപിടിക്കത്തില്ല. നീ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. തട്ടിക്കാനും വെട്ടിക്കാനും ആണെങ്കിൽ അതിനും സാമർഥ്യം വേണം. നീ വേവർക്ക് ആരെങ്കിലും കാണും. എത്ര നാളാണ് തുടങ്ങിട്ട്? മരം ആവിയായില്ല. എങ്ങനെയാ പോകുന്നത് ഇപ്പൊ മനസ്സിലായി. അടിച്ചു മാറ്റിയ മരമൊക്കെ തിരിച്ചു കേട്ടിട്ട് നീ അങ്ങോട്ട് വേടാ തെണ്ടി. വൃത്തികെട്ട തെണ്ടി. വാസു നമസ്കാരം. ഇതാ ഉത്രാളി കാവിലെ പ്രസാദം. എന്താ വാസു രാവിലെ? ട്രോളിംഗ് നിരോധിച്ചിരിക്കാമേ. മാർക്കറ്റിൽ എങ്ങും മീൻ കിട്ടാനില്ല. നമ്മുടെ കാതറ് കുറച്ച് പുഴമീനുമായിട്ട് വരുന്ന കണ്ടു. മൊത്തത്തിൽ ഞാൻ എന്തെങ്കിലും വാങ്ങി അമ്മയ്ക്ക് തരാമെന്ന് കരുതി. വല്ലപ്പോഴും ഒരിക്കലല്ലേ പോഷകാംശമുള്ള മത്സ്യങ്ങൾ കിട്ടാറുള്ളൂ. എത്ര രൂപയായി വാസു? എത്ര രൂപയായാലും എന്താ, ഈ വാസു അല്ലയോ തരുന്നേ? വെറുതെ പട്ടര് വെള്ളത്തിൽ ചാടില്ലല്ലോ. ഏത് പട്ടര്? ഈ പട്ടര്. ഈ പട്ടര്. എനിക്ക് ചോറ് തരുന്ന ഹരിസാറിന്റെ അമ്മയ്ക്ക് 2 കിലോ മീൻ മേടിച്ചു കൊടുക്കാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ മോളെ? ഇതാ ഹരിസാർ എഴുന്നേറ്റില്ലല്ലോ. പുഴമീനാണെന്ന് പറഞ്ഞിട്ട് ഇത് മത്തിയാണല്ലോ. അതെ മത്തി. പുഴയിലും ഇപ്പൊ മത്തി കിട്ടുമെന്ന് മോള് പത്രത്തിൽ വായിച്ചില്ലേ? വർഷാപ്പില് രാവിലെ തീർക്കേണ്ട കുറച്ച് പണിയുണ്ട്. ഹരിസാറിനോട് ഞാൻ വന്നേച്ച് പോയെന്ന് പറഞ്ഞേക്കണേ അമ്മേ. ഐസിലിട്ടതാ. ആരുടെ ശബ്ദം കേട്ട? വാസുവേട്ടൻ പുഴമീനാന്നും പറഞ്ഞ് കുറച്ച് മത്തി കൊണ്ട് തന്നു. അയാൾ പോയാ? ആ പോയി. ഏട്ടനോട് വന്ന കാര്യം പറയാൻ പറഞ്ഞു. ഇന്നെന്താ വാസു എത്ര നേരത്തെ? ഉണ്ണുന്ന ചോറിനോട് കൂറ് വേണവടാ. കൂറുള്ളവൻ നേരത്തെ വരും. അപ്പൊ ഇന്നലെ വരെ കൂറില്ലായിരുന്നോ? ഇന്ന് എവിടുന്ന് വന്നു ഈ പുതിയ കൂറ്? വേണ്ട വേണ്ട, വിടവില്ലാത്ത താപ്പ് കയറ്റണ്ട. ആ പൊടിഞ്ഞു. വാസു താനിങ്ങി വന്നേ. എനിക്കല്പ തിരക്കുണ്ട്. ഈ കസേരയുടെ പണി ഇന്ന് തന്നെ തീർക്കണം. സാരമില്ല, താനിങ്ങി വന്നേ. സാറെന്നെ വിളിച്ച ഒരു പണിയും സമയത്തിന് തീർക്കാൻ സമ്മതിക്കില്ലേ. എപ്പോഴും വാസു 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 വാസു. എന്താ സാർ? ആ മീനിന്റെ വില. അയ്യോ, ഞാൻ അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്താ. എന്റെ അമ്മയ്ക്ക് മീൻ മേടിച്ചു കൊടുക്കാനുള്ള നിവൃത്തി തൽക്കാലം എനിക്കുണ്ട്. താനിത് മേടിക്കേ. മേടിക്കണോ? അയ്യേ സാർ, സാറിന് ഇങ്ങനെ കോംപ്ലക്സ് പാടില്ല. താൻ ഇനി ഇവിടെ പണിക്ക് വരണ്ട. അയ്യോ, അതെന്താണ് സാർ? തന്നെ ഏൽപ്പിക്കുന്ന തടിയൊക്കെ ആവിയായിട്ട് പോകുന്നു. സാർ ഞാൻ കാല് പിടിക്കാം. ഒരബദ്ധം പറ്റാത്ത ആരും. ഒരബദ്ധം പറ്റാത്തവരില്ല. 9 അബദ്ധം പറ്റിയവരുമില്ല. ആ 9ാമത്തെ അബദ്ധം എനിക്ക് പറ്റാതിരിക്കാൻ ഞാൻ തന്നെ പറഞ്ഞു വിടുന്നു. സാർ ചതിക്കരുത്. ഭാര്യ 6-7 പിള്ളേരും പട്ടിണിയായി പോകും. തന്നെ ഇവിടെ പണിക്ക് നിർത്തിയാൽ ഞാനും എന്റെ കുടുംബവും പട്ടിണിയാവും. അതുകൊണ്ട് താൻ പോ. മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? താൻ പോ. ഇവിടെ പോടോ. ഇവിടെ പോവാൻ. ശരി. എന്താ പണിക്ക് വരണ്ടെന്ന് ഞാൻ. അതെ, എന്നെ പിരിച്ചുവിട്ടതൊരു ഫാസിസ്റ്റ് നടപടിയാണ്. എന്നാൽ ഈ വാസു തോക്കില്ല. ഒരു ഉളി കയ്യിലുണ്ടെങ്കിൽ ആഞ്ഞിലി തെക്കതിൽ വാസ്തവനാശരി എങ്ങനെയും ജീവിക്കും. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കൈവിലങ്ങളല്ലാതെ. മൈ ഡിയർ കോമറേഡ്സ്, ഭൂമി ഉരുണ്ടതാണ്. നമുക്ക് എവിടെങ്കിലും വെച്ച് കാണാം.
വിവരമില്ലാത്ത ഇങ്ങേരുടെ കൂടെ ജോലി. ഞാൻ നിരപരാധിയാണ്. അയ്യോ, ഇവിടെ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലം. നിർത്ത്. സസ്പെൻസ്. വിജയ, ഐറ്റംസ് എല്ലാം എടുത്ത് കാർ ഷെഡ് പോയി. ഓ, ഇപ്പൊ ഇവിടെയാണോ? ഓ അതെ, അവിടെ നിന്നെ അങ്ങ് പറഞ്ഞു വിട്ട്. എന്നെ കിടപ്പ് ഇവിടെ തന്നെയാണോ? അല്ല, വീട്ടിലാ. വീട് എവിടെയാ? ദേ ഇവിടെ അടുത്ത് കവലെ ലിസ്റ്റഡ് ബൂത്തിന്റെ അവിടെ 3ാമത്തെ വീട്. നമസ്കാരം. കസേര കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സന്തോഷവും ഇല്ലല്ലോ. ദേ പറഞ്ഞതിൽ 2 ദിവസം മുമ്പ് കസേര കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആഞ്ഞിലത്തേക്കതിൽ വാസുദേവനാശാരി. വന്നാട്ടെ, കാണാം. സാറിന് ഇപ്പൊ നല്ല ടൈമാ. അതാണ് ഹരികരൻ പിള്ളയ്ക്ക് ഓർഡർ കൊടുക്കാൻ തോന്നാത്തത്. നേര് പറയാവൂല, അയാൾ ഒരു ഫ്രോഡാ. ഞങ്ങൾ മുമ്പ് ഹരിയോട് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതാ അവന്റെ വിജയം. അവന്റെ പഞ്ചാര വാക്ക് കേട്ട് പെണ്ണുങ്ങൾ മയങ്ങിപ്പോവും. നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലേ? നമ്മൾ സ്ട്രൈറ്റാ. എന്നെ പോലൊരു ശില്പിക്ക് അവിടെ പറ്റിയതെല്ലാം തോന്നി ആയുധമെടുത്ത് സ്ഥലം കാലിയാക്കി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ഇപ്പൊ നല്ല ബുക്കിംഗാ. എങ്ങനെയുണ്ട് എന്റെ പണി? കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ തോന്നരുത് സാറേ, കഷ്ടമാണ്. കുഴപ്പമില്ല. ഇതേലൊന്ന് ഇരുന്ന് നോക്കിയേ, പിന്നെ എഴുന്നേക്കത്തില്ല. അത്രയ്ക്ക് സുഖമാ. ചേച്ചി ഇതെല്ലാം ഇരുന്ന് നോക്കിട്ടാ നിർവൃതി സുഖവും. സാറിനൊന്ന് പറഞ്ഞു കൊടുത്തേ. കസ്റ്റമേഴ്സിന്റെ തൃപ്തിയാണ് എന്റെ സന്തോഷം. ചേച്ചി ഇരുന്നാട്ടെ. ചേച്ചി പ്ലീസ് ഇരിക്കേച്ചി, ഇരിക്കേച്ചി. മെല്ലെ. മോനെ എടുത്തോണ്ട് പോടാ നിന്റെ ഒരു കൈപ്പണി. ചപ്രമന്റെ കട്ടിൽ എപ്പോ കൊണ്ടുവരണം? നിന്റെ കട്ടിലും വേണ്ട തൊട്ടിലും വേണ്ട. വാങ്ങിച്ച കാശ് തിരിച്ചു തന്നിട്ട് പോടാ. പോടെ ഇറങ്ങി പോടാ. വാസുവിന്റെ കസേരയിൽ ഇരിക്കാൻ യോഗം വേണം. വേഗം പോണം. നോക്കൂ, ഇതാണ് പാൻട്രി. ഇവിടെ ഇങ്ങനെ ഒരു 3 ഫീറ്റ് റൗണ്ട് ഡൈനിങ് ടേബിൾ വരും. കാവ്യ, നിന്റെ ഐഡിയ സമ്മതിച്ചിരിക്കുന്നു. ഈ വീടിന്റെ പണി തീരുമ്പോഴേക്കും നീ ഒരു ഹാഫ് ആർക്കിടെക്റ്റായി മാറും. താങ്ക് യു. വരൂ. ആ, ഇതാണ് ലിവിംഗ് റൂം. സീറ്റ് ഇങ്ങനെ വരും. അപ്പോ ഈ കോൺട്രാക്ടർക്ക് ഒന്നും അറിയില്ലേ? അറിയാതിരിക്കാ ഭേദം. കോൺട്രാക്ടർ, കോൺട്രാക്ടർ വിളിച്ചോ? നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? ഉണ്ടല്ലോ, ഈ മന്ദബുദ്ധികളുടെ ശബ്ദം എന്റെ ചെവിക്ക് തീരെ പിടിക്കത്തില്ല. കോൺട്രാക്ടർ, എന്താ വേണ്ടത്? ഇതെന്താ വർക്ക് വളരെ സ്ലോ ആണല്ലോ. പറഞ്ഞ സമയത്ത് തീർത്തേരോ നിങ്ങള്? ആര് പറഞ്ഞു? ഡാഡി നിങ്ങളോട് ചേച്ചിയുടെ കല്യാണക്കാര്യം പറഞ്ഞില്ലേ? കല്യാണം വേറെ, കെട്ടിടം പണി വേറെ. അത് പറയുന്നത് ഇതും തമ്മിൽ എന്ത് ബന്ധം? മാരേജ് ഇവിടെ വെച്ച് നടത്താനാ തീരുമാനം. വർക്ക് ഇങ്ങനെ പോയാ? ഇങ്ങനെ പോയാൽ തീരില്ല. തീർണമെങ്കിൽ ഇതിന്റെ താടിയോടെ കൃത്യമായിട്ട് കാശ് തരാൻ പറ. ഇപ്പൊ ഈ കെട്ടിപ്പൊക്കിയിരിക്കുന്നതിൽ ഏറിയ പങ്ക് എന്റെ പണം ഉപയോഗിച്ചാണ്. ചപ്പടാച്ചി അടിക്കാതെ മോള് പോവാൻ നോക്ക്. വലിയ ആളാവല്ലേ? എന്തായാലും ഇപ്പൊ ഈ തുക കിട്ടുന്ന ഒരു സഹായം തന്നെയാ. ഞാൻ കരുതിയത് സത്യപാലൻ സാർ വരാതെ ഇനി ഒന്നും കിട്ടില്ലെന്നാ. എനിക്കിപ്പോഴും അത്ഭുതമാ. ആ പെണ്ണിനെ ഒരു ഞരമ്പ് രോഗിയായിട്ടാ ഞാൻ കരുതിയത്. 50,000 50,000 അവള് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അല്ല, ഇവിടെ വന്ന് നിൽക്കാൻ അവള് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായില്ല. നമ്മളെ ടൗണിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അവള് ബാങ്കിൽ നിന്ന് എവിടെയോ പോകുന്ന വഴിക്ക് ഇവിടെ വന്ന് തരാമെന്നാ പറഞ്ഞേ. അവള് വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലേ. അവളാ. ഹലോ, ഞാനിപ്പോ ടൗൺ ഹാളിന്റെ മുന്നില് ഒരു ഫ്രണ്ടിന് വെയിറ്റ് ചെയ്യാ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാ അവള് മിസ്സാവും. വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരുമോ? താങ്ക് യു. ടൗൺ ഹാളിന്റെ മുമ്പിൽ അവളുണ്ട്. നമുക്ക് അങ്ങോട്ടേല്ല. ഹലോ. സോറി മിസ്റ്റർ ഹരി, എന്റെ ഫ്രണ്ട് വന്നു. നമുക്ക് ബാങ്കിൽ വെച്ച് കണ്ടാലോ? പ്ലീസ് ഒന്ന് അങ്ങോട്ട് വരുമോ? താങ്ക് യു.
എന്താ? ബാങ്കിന്റെ മുമ്പിൽ കാണാമെന്ന്. ബാങ്ക് ആയാലും ടൗൺ ഹാൾ ആയാലും നമുക്ക് കാശ് കിട്ടിയ പോലെ വണ്ടി തിരിക്കേ. നമസ്കാരം. ഇനിയെങ്കിലും എന്റെ ഡാഡിയെ കുറ്റം പറഞ്ഞ് പണി ഉഴപ്പരുത്. ഇല്ല ഇല്ല. ഇതാ 50,000 രൂപയുണ്ട്. എനിക്ക് എണ്ണി നോക്കിക്കോ. വേണ്ട വേണ്ട, മോളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. പോട്ടെ. സോറി. ഓക്കെ. എങ്ങനെയുണ്ട്? നമസ്കാരം. നമസ്കാരം. 50,000 രൂപയുണ്ട്. ഇനി ഉടനെ വിളിക്കല്ലേ? താനൊരുമാതിരി പോക്കിത്തരം കാണിക്കരുത് കേട്ടോ. വേലപ്പനാണെങ്കിലേ വേലത്തിന് കയ്യിലിരുന്നാ മതി. എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. എന്താ സംഭവം? എന്താ കാര്യമെന്നേ ഞാൻ പറഞ്ഞതല്ല. എന്താണെന്ന് പറയാ, എനിക്കൊന്നും അറിയില്ല. എന്താ കാര്യം താനും കൂടെ ചേർന്നായിരുന്നോ? രണ്ടും കൂടെ ചേർന്ന് കളിപ്പിക്കല്ലേ? എന്താ പറ്റി സാർ? ഇത് കണ്ടോ, ഇത് കണ്ടോ, നോക്ക്. എന്താ അച്ഛന്റെ മാറ്റി മാഞ്ഞു പോയോ? നോക്കടാ, കണ്ടില്ലേ? ഇത് കണ്ടോ? രണ്ട് മാന്യന്മാർ കൊണ്ടുവന്ന സാധനമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അത് പിന്നെ പറയാനുണ്ടോ അല്ലേ? കഴിക്ക്. നമുക്ക് ഒന്നുകൂടി ഫോൺ ചെയ്ത് നോക്കാം. നീ കാണിച്ച നിറവില്ലായ്മയ്ക്ക് അഹങ്കാരത്തിനും നിന്നോട് ഇത് ചെയ്താ പോരാ. ഇത്തരം തട്ടിപ്പുകൾ നിനക്കൊക്കെ തമാശയായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പിറക്കണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെയൊക്കെ ജനിപ്പിച്ച് മാനവ മര്യാദ ശീലിപ്പിക്കാതെ അഴിച്ചുവിട്ടവരെ വേണം പറയാൻ. നിനക്കൊക്കെ വേണ്ടത് എന്താന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഹരി, ഇന്ന് സിമന്റ് എടുത്തില്ലെങ്കിൽ തേപ്പം മടങ്ങും. നീ ആ സത്യപാൽ സാറിനെ ഒന്ന് വിളിക്കേ. ആ വാലുമാക്രി പെണ്ണിന്റെ കീടബുദ്ധിയൊക്കെ എന്തിനാ അയാളെ അറിയിക്കുന്നത്? അയ്യോ, അത് പറയാനല്ല, കാശ് ചോദിക്കാൻ. കാശിന്റെ കാര്യം മിണ്ടുമ്പോഴൊക്കെ ഹരി തീർക്കാൻ ഞാൻ ഏറ്റവും അയാൾ പറയുന്നത്. എവിടെ ഇട്ട് തീർക്കാനാ? ഹരി, ആര്? രമണി ചേച്ചിയാ? വരണം, ഇരിക്കണം. ഹരി ക്ഷമിക്കണം, പൈസ വരാൻ കുറച്ച് വൈകി. ഇത് 3 ലക്ഷം രൂപയുടെ ചെക്ക. ചേട്ടൻ ഡിസംബറിൽ വരും. അപ്പോഴേക്കും പണിയൊക്കെ ഒന്ന് സ്പീഡാക്കണം. ഇനി മുടങ്ങുന്ന പ്രശ്നമേ ഇല്ല. അടുത്ത ആഴ്ച വലിയൊരു വർക്ക് തീരാനുണ്ട്. അതിന്റെ ബില്ല് സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് 2 വീട് പണിയാ. എന്നാ ഞാൻ ഇറങ്ങാം. ദൈവം നമ്മെ രക്ഷിച്ചു. ഇതിപ്പോ 3 ലക്ഷം അല്ല, 30 ലക്ഷം. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ലോക പ്രശസ്തമായ ചൈനീസ് വട മിക്സിന്റെ ഡെമോൺസ്ട്രേഷന് വേദി ഒരുക്കി തന്ന പോച്ചമ്പള്ളി നഗർ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ കീഴിലുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളായ മഹിളകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ വരട്ടെ. ഈ ചൈനയിൽ നിന്നുള്ള ഉഴുന്നുവട മിക്സ് കേരളത്തിൽ എങ്ങനെ എത്തി? 1957 ഹുയിൻ സാങ് എന്ന ചീന സഞ്ചാരി ഇതിവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അന്നത് ഇവിടെ ഏറ്റില്ല. തുടർന്ന് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും നടപ്പിലായ ശേഷം ഇതിപ്പോൾ 7 ഭൂഖണ്ഡങ്ങളിൽ ലഭ്യമാണ്. അന്റാർട്ടിക്ക, യുറേഷ്യ, യുറേനിയ, യൂറിയ. ചൈനയിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് അറിയോ? അതവർക്ക് അറിയില്ല. ഞാൻ പറയാം. വടാങ് ഷുഡാങ് എന്ന് വെച്ചാൽ ഷടയെന്ന് വട, അതായത് ഇൻസ്റ്റന്റ് വട. ഞാൻ തുടങ്ങട്ടെ. ഇവിടെ ഉഴുന്നുമാവ് കിട്ടുമല്ലോ, പിന്നെ എന്തിനാ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നേ? ഇവിടുത്തെ ഞഞ്ഞാപിഞ്ഞ വടയല്ലത്. രുചിച്ചു നോക്ക്, എന്നിട്ട് പറയൂ. നീ പോയി കുറച്ച് പേപ്പർ പ്ലേറ്റ്സ് കൊണ്ടുവരൂ. വെള്ളം ചേർത്ത് മാവ് കുഴച്ചത് നിങ്ങൾ കണ്ടല്ലോ. പരമ്പരാഗത രീതിയിൽ വട ഉണ്ടാക്കുന്നത് പോലെ പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, കുരുമുളക് ഇതൊന്നും ചേർക്കണ്ട. ഇതിന്റെ എല്ലാം എസൻസ് ചൈനയിൽ ചേർത്തിട്ടുണ്ട്. ഈ രീതിക്ക് അജിനമോട്ടോ എന്നാണ് പറയുന്നത്. എണ്ണ ഇതുപോലെ വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ 250 മില്ലിഗ്രാം കണക്കിന് മാവെടുക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ വടയ്ക്ക് തുളയിടണമെന്നില്ല. എണ്ണയിൽ വീഴുമ്പോൾ തുള താനെ വീണോളൂ.
നോക്കൂ, മാവെടുക്കുക, ഒഴിക്കുക, തൊള്ള വീഴുന്ന നോക്കിക്കൊള്ളൂ. സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ദൈവം സഹായിച്ച് കൃത്യസമയത്ത് തന്നെ എല്ലാ ജോലിയും തീർന്നു. ഞാൻ വിചാരിച്ചാലും കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. ഇതാ വീടിന്റെ താക്കോൽ. മെഷർമെന്റ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നാളെ തന്നെ ഫൈനൽ ബില്ല് തരാം. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അയ്യോ സാർ, അങ്ങനെ പറയരുത്. ഒരു 10 ലക്ഷമെങ്കിലും വേണം. അയ്യോ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കല്യാണത്തിന് 5-8 ദിവസമല്ലേ ഉള്ളൂ. പണത്തെ പറ്റി ഓർത്ത് ഹരി വിഷമിക്കണ്ട. തനിക്ക് തരാനുള്ള തുക പൈസ കണക്ക് തീർത്ത് തന്നിരിക്കും. അതും തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. ഹരി ധൈര്യമായിട്ട് ചെല്ല് ഹരി. പിന്നൊരു കാര്യം, പാലുകാച്ചലിന്റെ തലേന്ന് തന്നെ എത്തിയേക്കണം. മറക്കരുത്. നമുക്കൊന്ന് കൂടണം. ചെല്ല്. എന്താ പ്രശ്നം? പുതിയ SI ചാർജ് എടുത്തിട്ടുണ്ട്. സ്ട്രിക്റ്റ് ചെക്കിംഗ് ആണ്. ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഓക്കെയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ആളൊരു പ്രശ്നക്കാരനാ. ഇതുപോലൊക്കെയുള്ള മാരണങ്ങൾ എന്റെ തലയിലാണല്ലോ വന്നുപെടുന്നത്. സർ, പേപ്പേഴ്സ്. ഏത് പേപ്പേഴ്സ്? കാറിന്റെ പേപ്പേഴ്സ്. അതെന്നെ കാണിക്കേണ്ട കാര്യം എന്താ? താൻ ചെല്ല്. നിക്കണോ? എവിടാണോ പേപ്പേഴ്സ്? ഞാൻ കാണിച്ചല്ലോ. എപ്പോ കാണിച്ചു? അഭ്യാസം എടുക്കരുത് കേട്ടോ. ഫുള്ളായിട്ട് പേപ്പേഴ്സ് ഇത് ഓക്കെ ആണ് സർ. ഓക്കെ ആണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഓക്കെ ആയ പേപ്പേഴ്സ് ഓക്കെ അല്ലെന്ന് സ്ഥാപിക്കാനാ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. മനസ്സിലായോ? തന്റെ ഹെൽമെറ്റ് എവിടെ? സാർ, ഞാൻ കാറിലാണ് വന്നത്. അതുകൊണ്ട് കാറിൽ വന്നാലും ഏതിൽ വന്നാലും ഹെൽമെറ്റ് ആര് വെക്കണം ആര് വെക്കണ്ട തീരുമാനിക്കുന്നത് ഞങ്ങൾ സർക്കാരും ചേർന്ന. താൻ എന്ത് ചെയ്യുന്നു? ഞാൻ കോൺട്രാക്ടറാണ്. എന്ത് കോൺട്രാക്ടർ? ഞാൻ ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. ഞാൻ ആരെന്നറിയോ? ഞാൻ SI വിനോദ് കുമാർ. അറിയോ? തന്റെ കാർ എവിടെ? തന്റെ കാർ എവിടെ? സാർ, ദാ കിടക്കുന്നു സാർ. തന്റെ മുഖത്ത് എന്താ ഒരു ദേഷ്യം? സാർ, ദാ കിടക്കുന്നു സാർ. അതാണോ കാറ്? എടോ, ഇതിനെ കാറെന്ന് വിളിച്ചാ പിന്നെ കാറിനെ എന്തോന്ന് വിളിക്കൂടോ? സാർ, ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം. അത്യാവശ്യമായിട്ട് പോണോ? ഞാൻ കാണിച്ചു തരാം. തന്റെ വണ്ടി ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യണം. വാടോ ഇങ്ങോട്ട്. ഇതിന്റെ ഡിക്കി ഉറക്കാം. ഡിക്കി ഉറക്കണോ? ഹെൽമെറ്റ് ഇല്ല എടുത്തു പോണോ? എറിഞ്ഞിടോ. തുറക്ക്. പോയിക്കളഞ്ഞല്ലോ അവൻ. പെട്ടെന്ന് തുറക്കണോ? മൈ ഗോഡ്! ടെററിസം, കോൺസ്പിറസി, സബോട്ടേജ്. ഇതെല്ലാം എന്റെ പണിയായുധങ്ങളാണ്. അതെ, നിന്നെപ്പോലുള്ള തീവ്രവാദികളുടെ പണിയായുധങ്ങൾ. ക്ലോസ് ഇറ്റ്. നിന്റെ ഡ്രൈവർ എവിടെ? സാർ, ഞാനാണ് ഓടിച്ചോണ്ട് വന്നത്. അപ്പൊ നിന്റെ മുതലാളി എവിടെ? ഞാൻ തന്നെയാണ്. ഇതാരാ ഇത്? ആരുമില്ല. ആരുമില്ലെങ്കിൽ പിന്നെ ഇതോ നോക്കണം. ആരെയാ ഈ ഒളിപ്പിച്ചിരിച്ചിരിക്കുന്നത്? സത്യമായിട്ടും ഇതാരാണെന്ന് എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, ഹറാസ്മെന്റ് ആൻഡ് മൊളസ്റ്റേഷൻ. മിനിമം 14 വർഷം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ്. Come on, arrest him. Sir. അണ്ണാ, ഞാൻ എണീക്കാണ്. ഇരിക്കെ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് വാസുണ്ണ. നിന്റെ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? അയാൾക്ക് ജാമ്യം കിട്ടുകയില്ല. അയാളുടെ കാറിനകത്തുനിന്ന് പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെയാണ് അറസ്റ്റ് ചെയ്തത്. മൈനർ. സാധ്യതയില്ല, ഒരു സാധ്യതയുമില്ല. ജാമ്യമേ കിട്ടില്ല. ചൂടായിട്ടെന്തോളെ? അടുപ്പില് കനലുണ്ട്. ഓഹോ, അന്ന് അത് വാരി കുറയാല അന്നാ കൊടുക്കും. ബാസ്കേട്ടാ, 2 കഷ്ണം പുട്ട്, ഒരു കടല, മുട്ട, പിന്നെ പപ്പടം, ഒരു വിത്തോട്ട് പാലുമ്പുള്ളൂ. ഇതൊരാൾക്കാണോ ആൾക്കൂട്ടത്തിനാണോ? പല മാന്യന്മാരുടെ മൊത്തം കഥ ഇങ്ങനെ. പലപ്പ കട്ട ഒരിക്കൽ പിടിക്കും. വർക്ക്ഷോപ്പിൽ നിന്ന് മരം കെട്ട കാര്യമാണോ വാസു അണ്ണ?
വിഷയം മാറ്റാതെ. നിന്റെ ഹരിസാർ ചെയ്ത പോക്കൃത്തത്തെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ഹരിസാർ ഒരു പോക്കൃത്തത്തിൽ പോകില്ല. ഔവ്വ്, നീ പരസ്യമായിട്ട് പോകുന്നവൻ, അയാൾ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നവൻ. ഹരിസാറിനെ കുറിച്ച് കൊണ്ടുപോ. നിങ്ങളെല്ലാവരും ചായ കുടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കിട്ടാത്ത ഭാഗ്യം. ആ പെണ്ണ് മറ്റേ കേസിലെ പ്രതിയായതാണ് നിങ്ങളെ റിമാൻഡ് ചെയ്യാൻ കാരണം. മിസ്റ്റർ ഹരിഹരൻപിള്ള പറയുന്നതും അവളുടെ മൊഴിയും തമ്മിൽ തീരെ യോജിക്കുന്നില്ലല്ലോ. ഇനി ഹരിയെ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്താൻ വേണ്ടി മറ്റാരെങ്കിലും അവളെ ഉപയോഗിച്ചതായിരിക്കും. അങ്ങനെ ആരും ഉള്ളതായി എനിക്കറിയില്ല. 4-5 വർഷമായി 24 മണിക്കൂർ ഞാൻ ഇവന്റെ കൂടെ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയില്ല. ആ സന്ധ്യ മുതൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ, ഈ കേസൊന്നും ഹരി മൈൻഡ് ചെയ്യണ്ട. ചെല്ലേ, നമുക്ക് വൈകിട്ട് കാണാം. തലപ്പം പിള്ളേ. വരും. വിഷമിക്കണ്ട, ഇതൊന്നും വാസ്തവല്ലെന്ന് സാറിന് അറിയാവുന്ന നാട്ടുകാർക്കൊക്കെ അറിയാം. അല്ല സാറേ, സാററിയാതെ ആ പിശാചുക്കളെ സാറിന്റെ കാര്യം കയറി. പോയി പണിയെടുക്കണം. അവന്റെ ഒരു ജുഡീഷ്യൽ അന്വേഷണം. പണിയെടുക്കാൻ എന്തെങ്കിലും സാധനം വേണ്ടേ? പെയിന്റ് തീർന്നിട്ട് ദിവസത്തിലെന്ന് അറിയാമോ? 20 ക്യൂബിക് മരം എങ്കിലും ഉടനെ വേണം. പുതിയ സൈറ്റിൽ മണല് വരാത്തോണ്ട് പണി നിർത്തി വെച്ചിരിക്കുക. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമല്ലേ ചന്ദ്ര. അവരോട് ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞോട്ടെ എന്ന് പറ പ്ലീസ്. ക്യാഷ് ബാലൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല. സത്യപാലൻ സാറിന് വിട്ടുപോയ ക്യാഷിന് വേണ്ടി പോയില്ല, നീ വന്നിട്ടാകാന്ന് കരുതി. പത്രത്തെ കണ്ടപ്പോ ആദ്യം ഞാൻ ഞെട്ടുക ചെയ്തത്. ഓരോരുത്തർ ഇത് വായിച്ചിട്ട് തട്ടിമുളിക്കുന്നത് കേൾക്കുമ്പോ തൊലി ഉരിയ. എനിക്ക് മനസ്സിലായി ഏട്ടാ, ഇനി നിർത്തിക്കോളൂ. ഏട്ടാ വന്നപ്പോ മുതലേ ഇത് തന്നെയല്ലേ തിരിച്ചു മറിച്ചും പറഞ്ഞോണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ പറയണതാ കുറ്റം. നിന്റെ മോനുണ്ടാക്കിയ നാറ്റോ. നാറ്റമാണെങ്കിലും നേട്ടമാണെങ്കിലും അനുഭവിക്കുന്നത് ഞാനല്ലേ. അത് തന്നെ പറയാനാ വന്നത്. ജാമ്യം കിട്ടിയെന്നല്ലേ ഇപ്പൊ ഫോൺ വിളി വന്നത്. അവനെ നേരി കണ്ടിട്ടൊന്ന് പറയാൻ തന്നതാ. ഇപ്പൊ ഉള്ള ബന്ധുത്വം തന്നെ തീരെ സഹിക്കാൻ വയ്യാണ്ടായിരിക്കണു. മതി, ഇനി ഒരു പുതിയ ബന്ധുത്വം കൂടി ആരംഭിക്കണ്ടെന്ന് വൃത്തികെട്ടവൻ. ഏട്ടാ, ഒരപേക്ഷയുണ്ട്. ഇത് പറയാനായിട്ട് ഏട്ടൻ നിൽക്കണമെന്നില്ല. ഇനി ഞാനോ എന്റെ കുട്ടികളോ പുലബന്ധം ആചരിക്കാൻ പോലും ഏട്ടന്റെ പടി ചവിട്ടാതിരുന്നാ പോരെ. ഞാൻ ആർക്കെന്ത് ദോഷം ചെയ്തിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. മക്കൾ എന്തിനാ വിഷമിക്കുന്നത്? ആരെങ്കിലും ശത്രുക്കളോ അസൂയക്കാരോ ആയിരിക്കും ഇതിന്റെ പിന്നിൽ. എല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട്. അമ്മാവൻ അമ്മാവൻ താങ്ങ വേണ്ടപ്പോ തൂണ് ഊരണതല്ലേ അങ്ങാരുടെ പ്രകൃതം. ഇവളുടെ തലയിൽ അത് വിധിച്ചിട്ടില്ലെങ്കിൽ വേണ്ട. ഏട്ടാ, ഈ ഒരു കാര്യം കൊണ്ട് എന്റെ കല്യാണം മുടങ്ങുകയാണെങ്കിൽ എനിക്കൊരു സങ്കടമില്ല. അതൊന്നും ഓർത്ത് ഏട്ടൻ വിഷമിക്കണ്ട.
എന്ത് വേണം? ആരിത് വാസോ? താൻ എന്താ ഈ ധരിച്ചിരിക്കുന്നത്? എവിടെ നിന്ന് വരുന്നു? ആരെയാണ് കാണേണ്ടത്? എന്താണ് ഈ വഴി? നിങ്ങൾ ആരാണ്? വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ഗേറ്റ് തുറക്ക. ഇവിടെ സെക്യൂരിറ്റി നിയമം കർശനമാണ്. എന്നെ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കൂ. ഇവിടെ സെക്യൂരിറ്റി നിയമം കർശനമാണ്. എന്നെ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കൂ. അത് ശരി. എനിക്ക് സത്യപാലൻ മുതലാളി ഒന്ന് കാണണം. ശരി, പേരും മേൽവിലാസം പറയൂ. എഴുതാൻ എഴുത. നിന്റെ തന്ത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുത. സത്യപാലൻ സാറല്ലേ? എന്താ ഹരി കൊച്ചു വെളുപ്പാൻ കാലത്ത്? താൻ എപ്പോഴാ ജാമ്യത്തിൽ ഇറങ്ങിയത്? ഞാൻ ഫൈനൽ ബില്ലുമായി വന്ന. അറിഞ്ഞിടത്തോളം വളരെ മോശമായി പോയി ഹരി. തന്നിൽ നിന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സാർ, അത് ഞാൻ ചെയ്തതാണെങ്കിൽ തന്നെ സാറിനെ ഒരു വിധത്തിലും ബാധിക്കുന്ന വിഷയമല്ല. അത് വിട്ടുകളാ. ദയവേത് നമ്മൾ തമ്മിലുള്ള ഏർപ്പാടിനെ പറ്റി സംസാരിക്കാം. ദ ഫൈനൽ ബിൽ. ഇതെന്താ ബാക്കി 20 ലക്ഷം? സാർ, ഇതെന്താ ഇങ്ങനെ? തേക്കുമരത്തിന് മാത്രം 10 ലക്ഷം രൂപ വിവരം സാറിന് അറിയാവുന്നല്ലേ? എന്തായാലും എനിക്കിതൊക്കെ ഒന്ന് ബോധ്യപ്പെടണം. എന്റെ മരുമകൻ എഞ്ചിനീയർ ആണെന്നറിയാലോ. അവനിതൊക്കെ നോക്കി പഠിക്കട്ടെ. ആര് വേണമെങ്കിലും നോക്കി പഠിക്കുകയോ കാണാതെ പഠിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് തുക തന്നേ പറ്റൂ. സാർ, എന്റെ എല്ലാ വർക്കുകളും പെൻഡിങ്ങിലാണ് സാർ. പലതിന്റെ ഫണ്ട് എടുത്ത് മറിച്ചിട്ടാണ് ഞാൻ. പറഞ്ഞാൽ എങ്ങനെയാ? പെട്ടെന്ന് എടുത്തു തരാൻ എനിക്ക് നോട്ടടി അല്ലേ പണി. അതിന് ഞാൻ സംഭാവന ഒന്നും. പിന്നൊരു കാര്യം, വർക്കിൽ പലയിടത്തും കംപ്ലൈന്റ് ഉണ്ട്. കോർപ്പറേഷൻ ടാക്സിന്റെ കാര്യം താൻ ഏറ്റതല്ലേ, അത് കുറപ്പിച്ചും തരണം. സാർ, എല്ലാം ശരിയാക്കാം സാർ. ഇന്ന് എനിക്ക് കുറച്ച് പൈസ. ഓ എന്റെ പൊന്നു ഹരി, ഇവിടെ നയാ പൈസ എടുക്കാനില്ല. താൽപ്പ ചെല്ലേ, എനിക്ക് ബാങ്കിൽ പോണ്ട സമയായി. ഹലോ, ഞാൻ പുറപ്പെടുകേ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വന്നിട്ട് കൊടുത്താ മതി. പോലെ മോളെ, പുതിയതായൊരു ന്യൂസ് കൂടി ഉണ്ട്, അറിഞ്ഞോ? ഈ കേസ് കാരണം നിശ്ചയം കഴിഞ്ഞ പെങ്ങളുടെ കല്യാണം ശൂന്നായി. എന്നെ കരിയേപ്പല പോലെയല്ലേ അവിടെ നിന്ന് എടുത്ത് പുറത്ത് കളഞ്ഞത്. അയ്യോ, ആ സത്യപാലൻ ചതിക്കുവാരി. ചതിച്ചിട്ട് എവിടെ പോവാൻ? ഇതുപോലെ കുറച്ച് അവധി കൂടെ പറയും. അത് അയാളുടെ പതിവല്ലേ. എന്തായാലും ആ കോർപ്പറേഷനിലെ റവന്യൂ ഇൻസ്പെക്ടറെ കൊച്ചച്ഛൻ വീട്ടിൽ പോയി ഒന്ന് കാണണം. സുന്ദരൻ അയാളെ പണ്ടേ അറിയാവുന്നല്ലേ. ഇനി അവൻ പറഞ്ഞ മാർഗം കൂടെ നോക്കാം. ഞാൻ പോയാൽ മിനിമം 1000 രൂപയെങ്കിലും ചിലവാകും. അത് ശരിയാണ്. ഇതാകുമ്പോ ഒരു 10-300 രൂപ നിൽക്കും. ഹലോ, ചേട്ടാ, സുന്ദരനകത്ത് ശിവതാണ്ടോ കൂട്ടുകൂടി തന്നെ. ആഹാ, നീ ഇവിടെ വന്നിരിക്കണോ? നിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ നീ 2 ദിവസം അവിടെ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. നീ എന്താ പണിക്ക് വരാത്തത്? എന്താണ് പണിക്ക് വരാത്തത്? എനിക്കൊരു വലിയ പണി കിട്ടി ചേട്ടാ. ഒരുമാതിരി പോക്കൃത്തം പറഞ്ഞാലുണ്ടല്ലോ. 10 തച്ചിന്റെ കാശിന്റെ അഡ്വാൻസ് വാങ്ങിച്ചില്ലേ? പിന്നെ വേറൊരു സ്ഥലത്ത് പണി കിട്ടിയെന്ന? വേറൊരു സ്ഥലത്തുനിന്നല്ല എനിക്ക് പണി കിട്ടിയത്. പിന്നെ എന്റെ സ്വന്തം കുടുംബത്തിൽ. സ്വന്തം കുടുംബത്തിൽ നിന്നോ? 2003 ഒരു നവംബർ മാസം 5-ാം തീയതി എന്റെ ആദ്യ രാത്രിയുടെ തിരശീല ഉയർന്നു. സ്വാഗതം. ലഗ്നിക്കാതിരിക്കൂ കുട്ടി, ലഗ്നിക്കാതിരിക്കൂ. ഈ ആദ്യ രാത്രിയിലെങ്കിലും നമുക്ക് ലഗ്നിക്കാതിരിക്കാം. മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കുന്ന ഈ മധുഗുത രാത്രിയിൽ നിന്റെ കൊച്ചു കൊച്ചു പോരായ്മകളെ കുറിച്ച് ഞാനൊന്ന് മന്ത്രിച്ചോട്ടെ. നിനക്ക് വിഷമം തോന്നുമോ? എന്തു വിഷമം? എനിക്ക് ചില പോരായ്മകൾ ഉള്ളതുകൊണ്ടല്ലേ കൊള്ളാവുന്ന ഒരുത്തിനെ കിട്ടാതെ പോയത്. ചേട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഞാനോ? ഇന്ന് ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ
ഇങ്ങനെ നോക്കണത്. ദേ, ഇന്ന് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഈ ചേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കണത്. ഡാർലിംഗ്, അയ്യോ മുഴുവനും ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറ്റിക്കോ? എടാ, ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഭാര്യ വേറെ, കാമുകി വേറെ. ഭാര്യ വേറെ, കാമുകി വേറെ. പക്ഷെ ചേട്ടനൊന്ന് മനസ്സിലാക്കണം, ഈ ആണുങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ ഈ ഭാര്യയും ഈ കാമുകിയും ഒന്നാണ്. ഒന്ന് വൺ. മോളെ, അമ്മയുടെ അമ്മ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. അവളോട് ഇത്തിരി കുടിക്കാനും എടുത്തോളം പറഞ്ഞോളൂ. പത്മാവതി, ഞാനിപ്പോ തിരക്കിട്ട് വന്നത് സേതുവിന്റെയും ലതമോളുടെയും കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കട്ടെ എന്ന് പറയാനാ. അവിടെ ഒരാള് ഭക്ഷണവും സ്കൂളിൽ പോക്കൊക്കെ മുടക്കിയിട്ടിരിപ്പാ. ഇനിയിപ്പൊ ഞാനായിട്ടൊരു എതിരുമില്ല. എന്തേ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ആ കേസിൽ ഹരി തെറ്റുകാരനായിരുന്നു എന്നല്ലേ. എന്നാൽ അതല്ല വാസ്തവം. ഞാനോ എന്റെ മോനെ അറിയാവുന്നവരോ അത് വാസ്തവാണെന്ന് വിശ്വസിച്ചിട്ടില്ല. എങ്ങനെയോ ആവട്ടെ, നീ കേക്ക്. ഇന്ന് രാവിലെ ഈ കുഴപ്പങ്ങളൊക്കെ ഒപ്പിച്ചാള് വീട്ടിൽ വന്നു. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഹരിയുടെ സഹോദരിയുടെ വിവാഹം മുടങ്ങിയെന്നറിഞ്ഞു വന്നതാത്രേ. ഹരി നിരപരാധിയാണ്, ഒക്കെയും തന്റെ ഒരു കുട്ടിക്കളി കാര്യമായി മാറിയതാണെന്നാ പറച്ചില്. ഒടുവില് ഇതിന്റെ പേരിൽ ഈ കല്യാണം മുടങ്ങരുതെന്നും പറഞ്ഞ് എന്റെ കാലിലേക്ക് വീണു. പിടിച്ചെഴുന്നേൽപ്പിച്ച് രണ്ട് ചകിട്ടത്ത് ഓരോന്ന് കൊടുക്കാരുന്നില്ലേ ഏട്ടന്? എന്റെ മോനുണ്ടായ മാനഹാനിക്കും മനോവേദനയ്ക്കും പരിഹാരമായില്ലെങ്കിലും. നീ പറഞ്ഞത് നേരാ, അതാ വേണ്ടിയേ. പക്ഷെ ഞാനത് ചെയ്തില്ല. ഹരിയോട് ചെന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞു വിട്ടു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ചുള്ള ഹരിയുടെ ഇൻസൾട്ടിങ് താങ്ങാവുന്നതിലേറെയായിരുന്നു. പിന്നെ ഒന്ന് മാത്രമായിരുന്നു ചിന്ത, അതേ കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ച് ഹരിയെയും ഇൻസൾട്ട് ചെയ്യുക. എവിടൊക്കെ തപ്പിയിട്ടാ ഒരെണ്ണത്തിന് കിട്ടിയത്. താങ്ക് യു. പക്ഷെ റേറ്റ് പറഞ്ഞതിൽ അല്പം കൂടുതൽ. അതൊന്നും സാരമില്ല. ഇനിയല്ല നിങ്ങളുടെ വീടിന്റെ താക്കോൽ ഡാഡി ഏൽപ്പിച്ച് അയാൾ ഇപ്പൊ കാറിൽ വരും. നമ്മൾ കൈ കാണിക്കുന്നു, അയാൾ കാർ നിർത്തുന്നു. തൊണ്ട് സഹിതം അയാളെ പിടിച്ച് മാനം കെടുത്തുന്നു. അതോടെ അയാളുടെ കാര്യം ഫിനിഷ്. നിങ്ങൾ അയാളെ ഫിനിഷ് ചെയ്യും, ഞാൻ ഇത് ഫിനിഷ് ചെയ്യാം. കാണാം. കാറ് വരുന്നുണ്ട്. പോലീസിന്റെ അടുത്ത് ലിഫ്റ്റ് ചോദിക്കും. എന്താ പറ്റി? നിനക്കറിയാം, എനിക്ക് നഷ്ടപ്പെട്ട വേറെ ചിലത് കൂടുണ്ട്. എനിക്കുണ്ടായ നാണക്കേട്, എന്റെ കുടുംബത്തിനുണ്ടായ ദുഷ്പേര്, പല തലമുറ പാടുപെട്ടിട്ടാണ് കുടുംബത്തിന് യേശസ് ഉണ്ടാകുന്നത്. കുടുംബത്തിൽ പറഞ്ഞവർക്കേ അതിന്റെ മൂല്യം മനസ്സിലാവുള്ളൂ. ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന എത്രമാത്രമാണെന്ന് നിനക്കറിയാം. എന്റെ സഹോദരിയുടെ വിവാഹകാര്യം കൂട്ടിയിണക്കുകയും മാപ്പും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ നിനക്ക് സമാധാനമല്ലോ. ശരി, ദിലീപേട്ട, ആ ഹരി എത്ര നേരം അവിടെ കാത്തിരിക്കുന്നു? ഒരു മിനിറ്റ്, ഇതൊന്ന് ശരിയായിക്കോട്ടെ.
എന്റെ കാവേരി, നീ ഇല്ലായിരുന്നെങ്കിൽ. ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അയ്യേ, നീയോ? ഞാൻ മുഖത്ത് തേക്കുന്ന കാവേരി ഫെയർനെസ് ക്രീമിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ കാവേരി, നീ എന്തിയാ സഫാരി ഷൂട്ടിംഗ് എടുത്തേ? ഈ ഷർട്ട് ഇപ്പൊ മാറ്റിയല്ലേ ഉള്ളൂ. അത് കുളി കഴിഞ്ഞപ്പോഴല്ലേ? ഒരാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോ ഇത് പോരാ, നീ അത് എടുത്തേ. എന്ത് വേണം സാർ? എന്റെ ബില്ല്. ബില്ലോ? സാർ, ഈ വീട് പണിതതിന്റെ ഫൈനൽ ബില്ല് കൊടുത്തിരുന്നു. ഓ, മനസ്സിലായി മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. കോൺട്രാക്ടർ ഐ ആം ദിലീപ് കുമാർ എം ടെക്. മിസ്റ്റർ ഹരിഹരൻ പിള്ള. ഹരി ഇരിക്കണം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ നല്ല ബ്യൂട്ടി പാർലർ പണിതിട്ടുണ്ടോ? ബ്യൂട്ടി പാർലർ രണ്ട് ലേഡീസിന്റെ. നോ നോ, ഐ മീൻ ജെന്റ്സ്. ജെന്റ്സ് അല്ല സാർ, ജെന്റ്സ്. ഓ, ഈ നശിച്ച നാടിന്റെ ശാപം ഇതാണ്. ഒരു ഫേഷ്യലോ മെസ്സേജ് ചെയ്യാൻ സൗകര്യമില്ലാത്തൊരു സ്ഥലം. സാർ, എന്റെ ബില്ല്. അത് നോക്കാം മിസ്റ്റർ ഹരി. അല്ല, നിങ്ങൾ ഏത് ഫേഷ്യൽ ക്രീമാണ് ഉപയോഗിക്കുന്നത്? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉപയോഗിക്കാറില്ല. അതിന്റെ അറിയാണ്ട് കണ്ടില്ലേ, PWD റോഡ് പോലെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട്. സാർ, അത് ഞാൻ സൗകര്യം പോലെ ടാർ ചെയ്ത് ശരിയാക്കിക്കൊള്ളാം. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. എന്റെ ബില്ല് നോക്കിയാൽ തുക. എനിക്ക് ഹരിയോട് അല്പം സംസാരിക്കാനുണ്ട്. വരൂ. എന്താ സാർ? ആട്ടെ, ഹരി എങ്ങനെയാ ഈ കവിതയുമായിട്ട്? സാർ, ഏത് കവിത? എനിക്കൊരു ബന്ധമല്ല സാർ. നല്ല കവിത രചിക്കാൻ കഴിയുന്നവനെ നല്ല വീട് സൃഷ്ടിക്കാൻ കഴിയും. ഓ, ആ കവിത. സാർ, എന്റെ ബില്ലൊന്ന് പാസ്സാക്കി തന്നാ സാറിന് വേണ്ടി ഒരു മഹാകാവ്യം രചിച്ച് അത് വായിച്ച് കേൾപ്പിക്കാം. ഹരി പോയിട്ട് നാളെ വരൂ. പക്ഷെ ഇന്ന് തന്നെ ഒരു പ്ലംബറെ ഇങ്ങോട്ട് അയക്കണം. ഈ ഗാർഡൻ ഒക്കെ മനോഹരമാക്കണം. സാർ, സാർ, എന്റെ കാര്യം മറക്കല്ലേ സാർ. നാളെ തന്നെ ഒരു പെയിന്ററെ കൂടെ അയക്കും. പെയിന്ററെ അല്ല, വീട് പണിയുന്ന മുഴുവൻ ആൾക്കാരെയും കൊണ്ടുവരാം. എന്റെ ബില്ലൊന്ന്. പൊന്നീച്ച പറഞ്ഞല്ലോടാ, ഇങ്ങനെയാണോ നീ ഉറങ്ങിക്കിടക്കുന്ന നിന്റെ സ്വന്തം ഭാര്യ? അതിന് വാസുവണ്ണൻ എന്റെ സ്വന്തം ഭാര്യ അല്ലല്ലോ. ഡ്യൂട്ടി സമയത്ത് ഉറങ്ങരുന്ന് അറിയില്ലേ? ഇവിടുത്തെ പണിയും പോവും. മനപ്പൂർവ്വം ഉറങ്ങിയതല്ലടോ, ഉറങ്ങി പോയതാ. ഈ പട്ടിക്കൂട് വാസുവണ്ണൻ പണിതാണോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി സമയത്തിരിക്കുന്ന സ്ഥലമാണ് അത്. അപ്പൊ ചൈനീസ് വാടയുടെ പണി നിർത്തിക്കാ. ഒരു മാസം ആശുപത്രിയിലായതോടുകൂടി വടപ്പരിപാടി നിർത്തി. എന്തായാലും നിനക്കെങ്കിലും എന്നെ ഒന്ന് കാണാൻ തോന്നിയല്ലോ. ഞാൻ ഇരിക്കാൻ വന്നതല്ല, ഇവിടുത്തെ തോട്ടത്തിൽ അല്പം പ്ലംബിംഗ് പണിയുണ്ടെന്ന് അതുകൊണ്ട് വന്നതാ. നിക്കണ അവിടെ, മേലുല്ലാസം പറഞ്ഞിട്ട് പോ. ആ ക്ലിന്റൻ, അത് ബില്ലില്ലാത്ത ക്ലിന്റൻ, പാറാട്ടുകുളപ്പിയോ, കൊച്ചിൻ 67. ഇതിലേക്കുള്ള വാട്ടർ സപ്ലൈ ബ്ലോക്ക് ആയിരിക്കാം. ആദ്യം ആ ബ്ലോക്ക് ഒന്ന് മാറ്റണം. ഇത്രയല്ലേ കാര്യമുള്ളൂ സാർ. നോ പ്രോബ്ലം. എനിക്ക് പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഞാൻ ഷട്ടർ ഒന്ന് മാറ്റിട്ട് വരാം. അയ്യേ, ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് അതെന്താടോ? വാട്ടർ. അത് വേസ്റ്റ് ആവുന്ന കണ്ടില്ലേ? അതാണ് സാർ വേസ്റ്റ് വാട്ടർ. എടോ, അതൊന്ന് ശരിയാക്കി. ഞാൻ ഇത് ശരിയാക്കിട്ട് അത് ശരിയാക്കിട്ട് ഇത് ശരിയാക്കിയാ മതി. സാർ ഇത് മൊത്തം ഡാമേജ് ആണ് സാർ. ഇത് ശരിയാക്കി ഞാൻ പറഞ്ഞില്ല ഡാമേജ് ആണെന്ന്. സോറി സാർ. എല്ലാം പാക്കറ്റിൽ. ഓക്കെ. സുന്ദര, എന്താടാ നിന്റെ സൈറ്റിലോട്ട് കാണുന്നില്ലല്ലോ? എന്തിനാ അങ്ങോട്ട് വന്നിട്ട്? അവിടെ പണി വേണ്ടേ? ആ, ഇപ്പൊ കുറച്ച് ടൈറ്റാ. ഉള്ളപ്പോ എല്ലാവർക്കും വേണ്ടതുപോലെ തന്നിട്ടില്ലേ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വേലപ്പേട്ട. എത്ര കുടുംബത്തെയാണ് ഞാൻ നോക്കേണ്ടത്? ഷീബ, സിന്ധു, ശ്രീരേഖ, കുഞ്ഞിക്കാവ്, വളമണി ഫാമിലി വേറെ. ഇവരൊക്കെ നോക്കാൻ ഞാൻ ഒറ്റരാളല്ലുള്ളൂ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു പണി മാമംഗലത്ത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത വീട്ടില് വേറൊരു പണിയുണ്ട്. ശരിക്കും പറഞ്ഞ ആ പണി കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ പണിക്ക് പോണത്. അവസാനം നിനക്ക് പണി കിട്ടാതിരുന്നാ മതി. ഓട്ടോ, അയ്യോ 3:30 ഇരുന്നെങ്കിലേ അവൾ അലക്കേജ് പോകും. ഞാൻ പോട്ടെ. അതല്ലേ.
ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സാമർത്ഥ്യമാണെന്ന് കരുതിയോ? ചേച്ചി ഇരിക്കേ. തന്റെ സർക്കാർ സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ, എന്റെ കെട്ടിടമണിയെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ചേച്ചിക്ക് അറിയാമല്ലോ എന്താ സംഭവിച്ചെന്ന്. ആ സത്യപാലൻ സാറിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ബില്ല് കൊടുത്തിട്ട് അതിന് ഞാൻ എന്ത് വേണം? എന്റെ കെട്ടിടമണിക്കുള്ള കാശ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചല്ലേ? ശരിയാണ്, അതിനിടയിൽ ഞാൻ ചില ചതിയിൽപ്പെട്ടത്. ചതിയാണ് നിങ്ങൾ പറയുന്നതല്ലേ? സത്യം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങളുടെ അടുത്ത് ഒറ്റയ്ക്ക് വരാൻ പേടിയുള്ളത് കൊണ്ടാ ഞാൻ എന്റെ മോനെ കൂട്ടി വന്നത്. ദയവ് ഇത് 1-2 ദിവസം കൂടെ ക്ഷമിക്കണം. ഞാൻ പണി തുടങ്ങിയിരിക്കും ഉറപ്പാ. 3 ദിവസം കൂടെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് പോലീസിൽ പരാതിപ്പെടേണ്ടി വരും. പോടാ. രമണിയുടെ പ്രശ്നം ഒരു തലവേദനയല്ല. എന്താ ഒരു മാർഗം? മറ്റൊരു മാർഗമില്ല. അവരുടെ പണി തുടങ്ങിയേ പറ്റൂ. സിമന്റും കമ്പിയും അടക്കം സകല മെറ്റീരിയൽസും വേണം. ആ സത്യപാലനെ ഇനി എന്നാണോ കെട്ടിയെടുക്കുന്നത്? അയാളെ കാത്തിരുന്ന കുഴപ്പത്തിലാവും. ഇതുപോലൊരു ബുദ്ധിമുട്ട് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുന്നത്. നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങേണ്ട പാർട്ടിയോട് കുറച്ച് രൂപ കൂടെ അഡ്വാൻസ് ചോദിച്ചാലോ? ആ, ചോദിച്ചു നോക്കാം. നിങ്ങൾ ചോദിച്ച സംഖ്യ അഡ്വാൻസ് തന്നില്ലേ? ഇനി കോൺക്രീറ്റ് നന്നാവതി എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് ഇപ്പോഴും മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ വന്ന പ്രശ്നം എന്താണെന്ന് ചേട്ടൻ മനസ്സിലാക്കണം. ഈ മാർച്ച് 31 മുതൽ സിമെന്റിന് വില കൂടാൻ പോകുന്നു. നമ്മളിപ്പോ 3-4 ലോഡ് സിമെന്റ് ഇറക്കി വെച്ചാൽ ആർക്കാ അതിന്റെ മെച്ചം? ചേട്ടന്. ഈ ചേട്ടന് എന്റെ കയ്യിൽ അതിനുള്ള രൂപ വേണ്ടേ? അല്ല, ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. എന്റെ അഭിപ്രായത്തില് പലിശയ്ക്ക് രൂപ സംഘടിപ്പിച്ച് സിമെന്റ് ഇറക്കി വെച്ചാൽ പോലും നഷ്ടം ഉണ്ടാവത്തില്ല. അത്രയ്ക്ക് അത്യാവശ്യമാണ് ചേട്ടാ. അല്ല, ആവശ്യത്തിന്റെ ഗൗരവം കൊച്ചച്ഛൻ പറയായിരുന്നു. ചേട്ടൻ നോക്കിയോ, ഇപ്പൊ നമ്മള് ഒരു ചാക്ക് സിമെന്റിന് കൊടുക്കുന്ന വില ഈ 31-ാം തീയതി കഴിയുമ്പോ ഒരു ചട്ടി സിമെന്റിന് കൊടുക്കേണ്ടി വരും. അത് തീർച്ചയാ. അതിനത് നേരാണെങ്കിൽ തന്നെ എന്റെ കയ്യിൽ പൈസ ഇല്ല. അതെന്ത് വർത്താനാ ചേട്ടാ? നേരാണെങ്കിൽ തന്നെ നേരല്ലാത്തൊരു കാര്യം പറഞ്ഞ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വരുമോ? ആ പറഞ്ഞത് തെറ്റായിപ്പോയി. പോട്ടെ, സാരമില്ല. ചേട്ടനല്ലേ, നമുക്കൊരു ലോഡെങ്കിലും ഇറക്കി വെക്കാം. അതെങ്കിലും വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ രൂപ ഇല്ല, അതുകൊണ്ടാ. ആ ശരി, ലോഡ് വരട്ടെ, വരുമ്പോ പൈസ തരാം. അതെങ്ങനെ? രൂപ കൊടുത്താലല്ലേ സാധനം കിട്ടൂ. അല്ല, അത് മതി. ചേട്ടൻ പറഞ്ഞ പോലെ ലോഡ് വരുമ്പോ ലോറിയിൽ രൂപ കൊടുത്താൽ മതി. അത് മതി. വാ കൊച്ചച്ച. അല്ല അല്ല ഹരി, അല്ല ഇല്ല. തന്നെ തേടി എത്ര നേരം അലയുന്നു. എന്താ പ്രശ്നം? ഈ ലോഡ് അങ്ങോട്ടാ. ഇത് ഇടപ്പള്ളി ഓവർബ്രിഡ്ജ് സൈറ്റിലേക്ക്. എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യണം. ഞാൻ പറയുന്ന വഴി ഈ വണ്ടി ഒന്ന് തിരിച്ചു വിടണം. അതെന്താണ്? അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. വല്ല ഗുലുമാലോ ആണോ? എന്ത് ഗുലുമാല്? എന്നിട്ട് ലോഡ് കൊണ്ട് പോയിക്കോ. അതെ, എന്റെ കണ്ണിലും മണ്ണടല്ലേ. ഒരു പ്രശ്നമില്ല. വേഗം വണ്ടി കയറാം. ഓക്കെ 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 ഓക്കെ. 32,000. ഇനി ഒരു 500 കൂടി മതി. ആ സൈറ്റിലേക്ക് പറഞ്ഞോ. എന്തിന്? ഇതൊക്കെ എന്റെ ജോലിയല്ലേ. ആ വണ്ടി വേമ്പട്ടോ. മോനെ, പടച്ചോനെ നിനക്കത്ത പണിയായതൊക്കെട്ടോ. എന്ത് ചെയ്യാനാ അബുക്ക, വേറെ വഴിയില്ലാത്തോണ്ടാ. ആരോടും പറയല്ലേ. ഞാൻ ആരോടും പറയണില്ല. അങ്ങനെ സിമെന്റിനുള്ള പണമായി. ഇനി കമ്പി വേണ്ടേ? അതിന് 10-30,000 വേണം. സ്റ്റീൽ ലാൻഡ് ഇതിന് കടവും കിട്ടില്ല. വഴി ഉണ്ടാക്കാം, വാ. ഹരിഹരൻ പിള്ള, വേഗം ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്തോണ്ടാ. അത് പോക്കറ്റ് വെച്ചാ. വാ.
സാർ ഒരു അബദ്ധം പറ്റി. ഈ DD ക്യാൻസൽ ചെയ്ത് പണം തിരികെ തരണം. ഈ പാർട്ടിക്കുള്ള തുക ക്യാഷായി കൊടുത്തു കഴിഞ്ഞാൽ വെരി സോറി. ബാങ്ക് ചാർജ് കുറച്ചോളൂ. ശരി, ഇതിന്റെ പുറലൊന്ന് സൈൻ ചെയ്യും. ഒന്ന് വെയിറ്റ് ചെയ്തോ. ഇതൊന്ന് ഫാക്സ് ചെയ്യണം. ഹലോ, സ്റ്റീൽ ലാൻഡ് അല്ലേ? ഞാൻ ഹരിഹരൻ പിള്ളയാണ്. DD ഫാക്സ് അയച്ചത് കിട്ടിയായിരുന്നോ? ഉവ്വ. ലോഡ് വരുന്ന വണ്ടിയിൽ DD കൊടുത്തു വിടാ. സൈറ്റില്ല, ഞാനുണ്ടാവില്ല. തിരുവനന്തപുരം വരെ പോകും. ഞാൻ പറയാം. പിന്നെ 8mm ടോർ കമ്പി 1 ടണ്ണ്, പിന്നെ 16ന്റെ കമ്പി 500 കിലോ. DD എമൗണ്ട് കറക്റ്റ് അല്ലേ? ശരി, ഓക്കെ. ഇതാണല്ലേ പണി. DD കോപ്പി ഫാക്ടറി, DD ബാങ്കിലി, പണം നമ്മുടെ ബാഗിലി. കൊള്ളാവില്ല ബുദ്ധി. ബുദ്ധിയല്ല കൊച്ചാ, ബുദ്ധിമുട്ട് വരുമ്പോ തോന്നുന്ന നെറുകേടാണ്. ദൈവമേ, എന്നെ കൊണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യിക്കുന്നത്? എന്താ ഹരി, കുറെ ദിവസമായിട്ട് കാണാനില്ല? ഇന്ന് ഞാൻ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു. അതെയാ? അതെ, എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ചേട്ടാ, ഞാനും ആകെ പ്രശ്നത്തിലാണ്. സത്യപാലൻ ഇതുവരെ പേയ്മെന്റ് തന്നിട്ടില്ല. അയാളുടെ പൈസ ഇല്ലാഞ്ഞിട്ടല്ലോ. ഇങ്ങനൊരു വിശ്വാസവഞ്ചന അയാൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരാവശ്യത്തിന് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പണം? നീ കയ്യിലിരിക്കുന്ന കാശങ്ങാൻ എടുത്ത് കൊടുത്തേക്കുമ്പോ എന്നായിരുന്നു എന്റെ പേടി. അയ്യോ, അത് വേണേ കൊടുക്കായിരുന്നല്ലോ. നിനക്ക് അടുത്ത മാറണം. തടിമില്ലുകാരൻ ബഷീറാ. ഹലോ. ബഷീറേ, ഞാന് പിന്നെ എറണാകുളത്തില്ല, പിന്നെ തിരുവനന്തപുരത്താണ്. ഞാൻ അടുത്ത ആഴ്ച കംപ്ലീറ്റ് ആയി സെറ്റിൽ ചെയ്യാം ബഷീറേ. സത്യം. ഞാൻ അടുത്ത ആഴ്ച സെറ്റിൽ ചെയ്യാം. വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ വരുന്നത്. വാ. മണലെ തികയോ? 1 ലോഡും കൂടി വേണ്ടി വരും. അവിടെയും കുറെ ഉണ്ടല്ലോ. എന്തായാലും നാളെ തന്നെ കോൺക്രീറ്റ് അടക്കുമെന്ന് രമണി ചേച്ചിയെ വിളിച്ച് പറഞ്ഞേക്ക്. അപ്പോ ഉടനെ അങ്ങ് നമ്മുടെ വീട് പണി തുടങ്ങുന്നില്ലേ വേലപ്പ? പിന്നില്ലേ. പിന്നെ ഈ മെറ്റലും മണലും ഒക്കെ എടുത്തോണ്ട് പോണതോ? എന്താ അമ്മേ? ചേച്ചിക്കൊരു സന്ദേഹം, വീട് പണി തുടങ്ങണില്ലേന്ന്. എന്തിനാ അമ്മ സംശയിക്കുന്നത്? നമ്മള് വീട് പണി തുടങ്ങാതിരിക്കും. ഇങ്ങനെ തന്നെയായിരുന്നു നിന്റെ അച്ഛനും. തറ കെട്ടിയ ശേഷം പലവട്ടം ഇഷ്ടിക മണലും ഒക്കെ ഇറക്കി. പിന്നീട് അത് മറ്റു വീട് പണിയുടെ കാര്യത്തിന് കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഒടുവില് ആ തറയും ആ പറമ്പും. അയ്യോ, ഇത് അതുപോലല്ല അമ്മേ. ഒരു വീടിന്റെ കോൺക്രീറ്റ് നാളെ തന്നെ നടത്തിയേ പറ്റൂ. അവിടെ മെറ്റലും മണലും തികയാതെ വന്നു. ആ സത്യപാലൻ സാറിന്റെ ബില്ല് കിട്ടുന്നത് വരെയുള്ള ഈ ഞെരുക്കം 3-4 ദിവസത്തിനകത്ത് കിട്ടും. അതിന്റെ അടുത്ത ദിവസം നമ്മുടെ വീട് പണി തുടങ്ങും. തുടങ്ങിയാൽ ഒരൊറ്റ അടിക്ക് പാല് കാച്ചൽ ചടങ്ങ് വരെ. എന്ത് വന്നാലും നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചായിരിക്കും ലതക്കുട്ടിയുടെ കല്യാണം. ഇല്ലടാ? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ അച്ഛനെ പോലെ എനിക്കും അന്യർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള യോഗമേ ഉള്ളോ. സ്വന്തമായിട്ട് വീടിനുള്ള ഭാഗ്യം അതുണ്ടാവില്ലേ? ഈ തറയും മേലോട്ട് വരില്ലേ കൊച്ചച്ഛ? നീ എന്താ ഇങ്ങനെ? ഒന്നുമില്ല. ഒന്നുമില്ല. ഹരി, മോനെ എഴുന്നേറ്റ്. ഇത് കണ്ട?
പറഞ്ഞുതരാം. സീസി എടുത്താൽ തിരിച്ചെടുക്കണമെന്നാണോ തന്റെ വിചാരം? വണ്ടി എടുക്കടാ, ഇവിടെ ഇറങ്ങണം. ഒരു വലിയ തുക ബ്ലോക്ക് ആയി പോയി. അത് കിട്ടിയ മുഴുവൻ തുകയും തിരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്താൽ മതി. സാർ, എന്റെ ഒരു സുഹൃത്ത് മരിച്ചിട്ട് പോകുന്ന വഴിയാണ്. 3 ദിവസം ഞാൻ സെറ്റിൽ അവധിയില്ല. ഏർപ്പാടൊക്കെ ഓഫീസിൽ നോക്കിക്കാതെ വണ്ടി എടുക്കാം. ഞാൻ പറഞ്ഞേക്കണം സാർ. സാർ പ്ലീസ്. ആർക്കും നെഞ്ചത്തെ വണ്ടി കയറ്റി ഞാൻ എന്റെ ഒരു സുഹൃത്ത് എന്താ ഹരി, എന്താ പ്രോബ്ലം? കണ്ടില്ലേ നീയൊക്കെ കാരണം എന്റെ വണ്ടി CC കാരി പിടിച്ചോണ്ട് പോയത്. ഹരിക്ക് എവിടെയാ പോണ്ടേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിന്റെ സഹായത്തിന് നന്ദി. എടോ, തനിക്കറിയാം തന്റെ ഈ വീട് പണിക്ക് വേണ്ടി എനിക്ക് പണം കടം തന്നിരുന്ന ഒരു നല്ല മനുഷ്യനും കുടുംബവും ആത്മഹത്യ ചെയ്തു. തന്നോട് ഇന്നലെ വന്ന് ഞാൻ കുറച്ച് പണം ചോദിച്ചല്ലോടോ. ഞാൻ കൊടുക്കാനുള്ള സംഖ്യ കൊടുത്തിരുന്ന അത് സംഭവിക്കില്ലായിരുന്നു. ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കാൻ ചെന്ന് പണം എടുത്തോണ്ടോ. ഓടി വാടാ, വീട്ടിൽ കയറി വന്ന് ആക്രമിക്കുന്നേ. എന്താ വേഗം വാടാ, ആ കള്ള ബില്ല് മാറി കാശ് കൊടുക്കാതെ ചേട്ടൻ പറഞ്ഞാണ്ടല്ലോ എന്നോട് കളിക്കാതെ സ്ഥലം കാലിയാക്കിയേ. എനിക്ക് താൻ കാശാടോ? ഇല്ലെങ്കിൽ താ പോവില്ല. അച്ഛാ, ഈയിടെ കാശ് കൊടുത്തൊക്കെ സെറ്റിൽ ചെയ്തേക്കാം. ഇങ്ങനെയുള്ളവന്മാരോട് യാതൊരു ഇടപാടും വേണ്ട. കാശ് കൊടുക്കാനോ? ഇവന്റെ കണക്കിലെ തട്ടിപ്പ് കണ്ടുപിടിച്ച നീ തന്നെയല്ലേ? ഇനി ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒക്കുമ്പോഴേ കൊടുക്കും. എന്ത് പണിയായി കാണിച്ചേ? ചത്ത് മുഴുവൻ വൃത്തിയാലോ. കാവേരി നർമ്മദി ഇവരെ തന്നോട് ഞാൻ ഒരിക്കൽ കൂടെ മര്യാദ കാണിക്കാം. 24 മണിക്കൂർ ഞാൻ സമയം തരും. നാളെ എന്റെ കാശ് തന്നില്ലെങ്കിൽ ഈ വീട് വെട്ടിപ്പൊളിച്ചാൽ തീരും. എന്തോ പണിയാണ് താൻ കാണിച്ചത്? എന്താ രൂപ 32,500 വാങ്ങി താൻ മുങ്ങിയതല്ലേ? അത് ലോഡ് വന്നപ്പോഴത്തേക്ക് അവിടെ നോക്കടാ എടുക്കാൻ വന്നേക്കളൂ. പറയട്ടെ, വന്ന സിമെന്റ് അല്പം കംപ്ലൈന്റ് കണ്ട് ലോഡ് തിരിച്ചു വിട്ട് 2 ദിവസത്തിന് പുതിയ ലോഡ് വരും. തന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടൂ? വേഷം കണ്ടൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ ഇപ്പൊ ദയവ് ചെയ്ത് തിരിച്ചു പോണം. ഹരി അവന്റെ കൂട്ടുകാരന്റെ കുടുംബം ആത്മഹത്യ ചെയ്തതിന്റെ ടെൻഷനിലാണ്. അവനിന്ന് ഓഫീസിൽ വന്നിട്ടില്ലല്ല. എന്താ ചെയ്യാ? കിടന്ന കിടപ്പ. 2 ദിവസത്തിനാൽ ലോഡ് എത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എടുത്തിട്ട് പോടാ. 2 ദിവസം. എന്റെ ദൈവമേ, അയാള് പറഞ്ഞതല്ല നീ കേട്ടല്ല. രാവിലെ സ്റ്റീൽ ലാൻഡിൽ നിന്ന് വിളിച്ചിരുന്നു. കമ്പി സൈറ്റിലെത്തിയപ്പോ DDക്ക് പോലും ചെക്ക് കൊടുത്ത് തെമ്മാടിത്തരമല്ലേന്ന്. ആണെന്ന് നമുക്കറിയാമല്ലോ. എന്താ ചെയ്യുക? ഹരി, ഹരിയുടെ കാറിന്റെ കീയ കുടിശ്ശിക മുഴുവൻ ഞാൻ അടിച്ചു. ദാ 1,00,000 രൂപയുണ്ട്. പഴയതുപോലെയല്ല, അച്ഛൻ തരാനുള്ള കണക്ക് ചേർത്തോളൂ. ഇതാര് പറഞ്ഞു മോക്കി ബുദ്ധി? ഹരി, പ്ലീസ് ബിലീവ് മീ. എന്നെ കൊണ്ട് ഇപ്പൊ കഴിയുന്നത് ഇത് മാത്രം. ഹരി, ദയവ് ചെയ്ത് സ്വീകരിക്കണം. സന്തോഷായി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്റെ കാർ ഫിനാൻസ് കമ്പനിക്ക് സമീപം കിടക്ക. എന്നെ അവിടം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഡോക്യുമെന്റ്സ് ഇല്ലാതെ പറ്റില്ല. ഓക്കെ ഡാഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹരിക്ക് കൊടുക്കാനുള്ള രൂപ എന്താ കൊടുക്കാത്തെ? എന്താ അവൻ മോളോട് വല്ലതും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല.
പക്ഷെ അയാളുടെ വണ്ടി ഫിനാൻസ് കമ്പനിക്കാർ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ആ കണക്കായി പോയി. അവന് അത് തന്നെ വേണം. ഇന്ന് അവൻ ഈ വീട്ടിൽ കയറി വന്ന് കാണിച്ച അതിക്രമം എന്താണെന്ന് മോൾക്കറിയോ? ഇനി ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത് പണമല്ല, ഒരു പണിയാ. ഈ സത്യപാലന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അവൻ അറിയില്ല. ഹരി അരുതാത്തത് പറയോ പ്രവർത്തിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയല്ലേ? അയാൾ പെൺവാണിഭ കേസിലെ പ്രതിയാണ്. എന്തായാലും ദിലീപേട്ടനൊരു ദ്രോഹം അയാൾ ചെയ്തിട്ടില്ലല്ലോ. നിർത്ത് മോൾ, ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡാഡി ചെയ്തോളാം. എന്നായാലും അയാൾക്ക് കൊടുക്കാനുള്ള പണം നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. അതിനിയും വൈകരുത്. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായില്ലേ? മോള് ചെന്ന് കാപ്പിയോ ചായയോ കുടിക്കാൻ നോക്ക്. ആ ചെല്ലേ. അച്ഛാ, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ നോക്ക്. നാളെ കൊടുത്തില്ലെങ്കിൽ അവനിവിടെ വെട്ടിപ്പൊളിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അതിനാ സമയത്ത് അവന് കൈയുണ്ടെങ്കിലല്ലേ വെട്ടിപ്പൊളിക്കാൻ പറ്റൂ. ദിലീപ, നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റിയടാ. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. ഇനി ഇവിടെ ഒന്ന് ആലോചിച്ചാൽ നമുക്കും കിട്ടും. എന്താന്നും മിണ്ടാത്തെ? ആ മെസ്സേജ് എത്ര ഭാഗ്യമായി. ഇല്ലെങ്കിൽ എന്റെ വർക്ക്ഷോപ്പെങ്കിലും അവർ നശിപ്പിച്ചേനെ. ഇതിപ്പോ എത്രാമത്തെ തവണ എന്നോട് ഇങ്ങനെ പറയുന്നേ? ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഹരി പറയുന്നുണ്ട്. നോക്കൂ ഹരി, ഇതെന്റെ ചാബല്യമായി കരുതി എന്നെ അവഗണിക്കാണോ? അവഗണിക്കല്ല കുട്ടി, താൻ എന്നെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയം. ഇനി അഥവാ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ മനസ്സിലേക്ക് ഇപ്പോ ഇത്തരം ചിന്തകളൊന്നും കടന്നു വരാവുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. എന്റെ കുടുംബ സാഹചര്യങ്ങളും ഞാനിപ്പോ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാറ്റിനും ഉപരി എന്റെ ഈ പ്രായമൊക്കെ കാവ്യയുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ തരാൻ തടസ്സങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എന്റെ വിലയിരുത്തലിൽ ഒരു വിധത്തിലും പൊരുത്തമില്ലാത്തവരാണ്. മതി ഹരി, പ്ലീസ്.
ഉപദേശമല്ല എനിക്ക് ആവശ്യം. സ്ലേറ്റിൽ എഴുതിയത് മാറ്റി മറ്റൊന്ന് എഴുതുന്ന പോലെ മനസ്സിൽ പതിഞ്ഞത് മായ്ക്കാനും മറ്റൊന്ന് എഴുതാനും കഴിയുന്ന ഹരി കരുതുന്നുണ്ടോ? നമുക്കിറങ്ങാല്ലേ? എന്നെ ഒഴിവാക്കാൻ തിടുക്കായോ? എന്താ ഈ കുട്ടി കരുതുന്നത്? വേണ്ട, ഇനിയും കൂടുതൽ വിശദീകരിച്ച് ഈ നല്ല സായനെ സ്പോയിൽ ചെയ്യണ്ട. നമുക്കിറങ്ങാം. കാണുക മാത്രമല്ല, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുടരുകയും ചെയ്യും. എനിക്ക് ഹരി ഇഷ്ടമാ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഹരിയോടൊപ്പം മാത്രമായിരിക്കും. എന്ത് പറഞ്ഞിട്ട് നീ ആ ചെറ്റ നിന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ ദൈവം തമ്പുരാന് പോലും കഴിയില്ല. സംഗതി എത്രത്തോളം വളർന്നു എന്നുള്ളത് അച്ഛനിപ്പോ മനസ്സിലായല്ലോ. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. എന്റെ കാര്യം ഞാൻ തീരുമാനിക്കാം. നിന്റെ കാര്യം നീ തീരുമാനിക്കോ? അതിന് നീ പഠിക്ക് പുറത്തിറങ്ങിയാലല്ലേ? പൊയ്ക്കാലത്തേക്ക്. അകത്തേക്കല്ല, പുറത്തേക്ക് ഞാൻ പോകുന്നത്. നീ അകത്തേക്കായോ? എന്തായി കാണിക്കുന്നത്? നിന്നെ നേരെയാക്കാൻ പറ്റുമോ? നീ വിട്ടരുത്. അവൾക്ക് പച്ചവെള്ളം പോലും കൊടുക്കരുത്. എന്നോട് ചോദിക്കാതെ അവളെ തുറന്നു വിട്ടാലുണ്ടല്ലോ. ഹരിസാറേ, ഹരിസാറേ. ആ, താനെന്താ ഇവിടെ? കാവ്യമോള് പറഞ്ഞിട്ട് വന്ന ആ കൊച്ചിനെ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുക. ഇന്നലെ ആ കൊച്ചു ഹരിസാറിന്റെ കൂടെ കറങ്ങി നടക്കുകയായിരുന്നെന്ന് ആ കോന്തം ദിലീപ് ആ ഈറ്റപ്പുലി തന്തയോട് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ ആ കൊച്ചിനെ തലങ്കും വിലങ്ങും തല്ലി ചതച്ചു കളഞ്ഞു. ആടി മുഴുവൻ കൊണ്ടിട്ടു. ഒരു കൂസലുമില്ലാതെ ആ കൊച്ച് ഹരിസാറിനെ ഇഷ്ടമാണെന്നും ജീവിക്കുന്നെങ്കിൽ അത് ഹരിസാറിനോടൊപ്പം ആയിരിക്കുമെന്നും ആ കൊച്ച തന്തയുടെ മുഖത്ത് നോക്കി തറപ്പിച്ച് പറഞ്ഞു. തന്റെ ഇടമുള്ളവർ പെൺകുട്ടികളായാലും ഇങ്ങനെ തന്നെ വേണം. ഒരു കാര്യം ഉറപ്പാ, സാറിനെ ആ കൊച്ചിന് ജീവന. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കണം. ഇല്ലെങ്കിൽ അതെന്തെങ്കിലും കടുക ചെയ്യും തീർച്ച. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ഭ്രാന്തിയെ പോലെയായി കുട്ടി. വേഗം ആ കൊച്ചിനെ രക്ഷപ്പെടുത്തു സാർ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. ഇന്ന് രാത്രി അവളോട് തയ്യാറായി ഇരുന്നോളാം പറ. നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റി സാറേ. കാവ്യമോളെ മുറി കാണുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു വിധത്തിൽ ഞങ്ങൾ മുകളിലത്തെ നിലയിലെത്തി. ആ സമയത്ത് ലൈറ്റുകളൊക്കെ തെളിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് അറിയില്ല. സത്യപാലൻ നിങ്ങളെ കണ്ടോ? വാസുവിനെ കണ്ടെന്നാ തോന്നണേ. ആ സെക്യൂരിറ്റി പണി ഇനി പോയേക്കും. ആ പണി പോണെങ്കിൽ പോട്ടെ. എത്രയോ പണികൾ പോയിരിക്കുന്നു. ഈ പണിയും പോവും. ആ പിശിക്ക സത്യപാല ഒരു അലമാരി മേടിക്കാൻ 6000 രൂപ എന്റെ തന്നിരുന്നു. അത് മറിഞ്ഞുപോയി. എന്റെ സങ്കടം അതല്ല, കാവ്യമോളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സാർ എന്നോട് പറഞ്ഞിട്ട് ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അയാളുടെ അലമാര ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അലമാരുടെ കാര്യം കളാ. നമ്മൾ ഇനി എന്ത് ചെയ്യും ഹരി? വാസു, എന്താ ഒരു അലമാരയുടെ കാര്യം പറഞ്ഞേ? അയാൾക്കൊരു സ്റ്റീൽ അലമാര വേണമായിരുന്നു, മെട്രോ സ്റ്റീൽസിന്ന്. ആ കാശ് മറിഞ്ഞുപോയി. വഴിയുണ്ട്, വാ. സംഭവം തന്നോട് ഞാൻ കൃത്യമായി പറഞ്ഞതല്ലേ? ഇളയ മോളെ കാണാനില്ല. ആരുടെ മോളെ? ഓ, പിടികിട്ടി, നിങ്ങളുടെ മോളെ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ ഡീറ്റെയിൽസ്. എല്ലാ കാര്യവും ഞാൻ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞതല്ലേ? ഇതാ പരാതി. ആ കോൺട്രാക്ടർ ഹരിഹരൻ പിള്ള എന്റെ ഇളയ മോളെ തട്ടിക്കൊണ്ട് പോയതാണെന്ന്. ഏത് ഹരിഹരൻ പിള്ള? ആ സ്ത്രീ പീഡന കേസിലെ പ്രതി. ഏത് സ്ത്രീ പീഡനം? ആ ഹരിഹരൻ പിള്ളയാണ് തട്ടിക്കൊണ്ട് പോയി എന്നുള്ളതിന് ക്ലൂ വല്ലതും ഉണ്ടോ? എന്നോടുള്ള വൈരാഗ്യം അയാൾ എന്റെ ഇളയ മോളോട് തീർത്തു. അത് തന്നെ ക്ലൂ. ഇതാ അങ്ങോട്ട് വന്നേ, ഇതാ അങ്ങോട്ട് നോക്കിയേ. ആ വഴിക്ക് അവൻ എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തെളിവുകൾ വേണം. ഐ വാണ്ട് പ്രൂഫ്. ശാസ്ത്രീയമായ രീതിയിൽ ചില തെളിവുകളോടെ ഞാൻ തെളിയിച്ചു തരാം. ഇവനാരടാ? ആ വണ്ടി റിവേഴ്സ് എടുത്തോ. പോട്ടെ പോട്ടെ. എന്താ? അലമാര കൊണ്ടുവന്നിട്ടുണ്ട്. അലമാരിയാ? സാർ ഓർഡർ ചെയ്ത അലമാര. ഓ, അത് ഇപ്പഴാ കൊണ്ടുവരുന്നേ. ദിലീപേ, അത് ഇറക്കി വെക്കേണ്ട സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ.
താമ്പ് ഇറക്കടോ. ഓ അവന്റെ അലമാര കൊണ്ടുവരാൻ കണ്ട സമയേ. സൂക്ഷിച്ച് അങ്ങനെ അങ്ങോട്ട് പോട്ടെ. വരട്ടെ. ഹലോ, അതെ, ഞാൻ സണ്ണിലോയാണ്. പറയൂ. കേട്ടത് വാസ്തവാണ്. ആ, ഇല്ലില്ല, ഒന്നും അറിയില്ല. ഇല്ല. ഈ പെൺകുട്ടിയെ മുകളിൽ നിന്നും താഴേക്ക് ഇറക്കി കൊണ്ടുപോകാൻ പ്രതിക്ക് കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരും. By the way, ഇത് ആരുടെ വീടാന്നാ പറഞ്ഞത്? സത്യപാലൻ. സത്യപാലൻ. ഓ സത്യപാലൻ, നമ്മുടെ സത്യപാലൻ. ഞാൻ proceed. ആ നിക്ക് 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 നിക്ക്. എന്താ ഇത്? ഇത് ഡമ്മി. കമ്മിയല്ല ഡമ്മി. വേണ്ട വേണ്ട, ഈ ഭൂതങ്ങളെ ഒന്നും എന്റെ വീടിനകത്തേക്ക് കടത്തണ്ട. സി, എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടരുത്. കമാൺ. അല്ല, ഇവിടെ ആരെയാ കാണാനില്ലെന്ന് പറഞ്ഞത്? ഓ തന്നെ മോളെ മോളെ മനസ്സിലായി. പിന്നെ ആരെടാ? ഈ ഡമ്മി നമ്മളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സത്യപാലൻ സാറിന്റെ ഓ പിടിയിട്ടി എന്നെ പഠിപ്പിക്കണ്ട. അതിങ്ങോട്ട് താഴെ ഇറക്കി വെക്കേ. അതെ, കയറ് വഴിയോ സാരി വഴിയോ ആവും താഴേക്ക് ഇറക്കിയിട്ടുണ്ടാവുക. വെയിറ്റ്, ആ ഡമ്മി ഇറക്കി നോക്കാൻ കുറച്ച് കയറ് വേണ്ടി വരും കേട്ടോ. ഹരിയരമ്പഴ. ഹരിഹരൻപിള്ള അവൻ തന്നെ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ആരുടെ മോളെ? ഹരിഹരൻപിള്ള. എന്തായി? ഇത് മതിയോ സാർ? ധാരാളം. ഈ കയറ് പിടിച്ചോ. ഇനി താൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് മാലതി, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമായില്ലേ? ഇതിനെക്കാളും എത്രയോ വലിയ പ്രതിസന്ധി ഞാൻ അതിജീവിച്ചിരിക്കുന്നു. താൻ ഇവിടെ നിന്ന് ചാടി നോക്ക. ചാടാനോ? ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. തുറന്നേ. ഇതാരാ ഇത് പൂട്ടിട്ട് പോയിരിക്കുന്നത്? പിടി കിട്ടിപ്പോയി. തുറന്നു വിട്ടാണോ പോക്കിത്തരം? ഇങ്ങനെ വീണ്ടും പൂട്ടിത്തരാം. എന്ത് നോൺസെൻസ്? നീ വേടാ. മോളെ, ആൾക്കൊന്നും സംഭവിക്കില്ലമ്മേ. അമ്മ വിഷമിക്കാണ്ടിരിക്കും. അച്ഛൻ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാവുള്ള. എന്റെ മോക്ക് എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം. അമ്മ ഇങ്ങനെ കരയാതമ്മേ. ഹലോ, ഹരിഹരൻപിള്ള ഓടി വന്നേ. എന്റെ സംശയം തെറ്റില്ല. അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഓടി വന്ന് ഹരിഹരൻപിള്ള. നിന്നെ ഇന്ന് ഞാൻ പിടിക്കൂടാ. എല്ലാരും ഓടി വന്നേ, ഓടി വന്നേ. അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് പോയി. ഓടി വന്നേ. എന്താ എന്താണോ ഹരിഹരൻപിള്ള? അവനെ എന്റെ മോളെ തട്ടിക്കൊണ്ടു പോയത്. ആരുടെ മോളെ? പൊട്ടനെ കാലയുടെ പോലീസിലെടുത്തു. ഈ മണ്ട നെസയെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഇനി മാസപ്പടി വാങ്ങാൻ വരട്ടെ. ഹലോ, കോൾ ചെയ്യൂ. ഞാൻ വരുന്നേ. അത് ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. ആ, സൂക്ഷിക്കണം. താമസിക്കില്ല. 1/2 മണിക്കൂറിനകം എത്താം. ആ,
കുഴപ്പമില്ലെന്ന്. എന്താടോ സാർ ഒരു അബദ്ധം പറ്റി, അലമാര മാറിപ്പോയി. മാറിപ്പോയി? അപ്പൊ കൊണ്ടുവന്ന് മേശയാ? അത് അടുത്ത ലൈനിലെ സത്യൻ സാറിന്റെ വീട്ടിലേക്കുള്ളതാ. സാറിനോട് നാളെ തന്നെ എത്തിച്ചോളാം. സന്തോഷം. എടുത്തോണ്ട് പോടോ. വാ വാ. എടുത്തോ. പിടി പിടി. അടിയിന്ന് പിടിക്കടാ. സത്യം പറയടാ, കാവ്യയുടെ എനിക്കറിയാൻ മേല. പറയടാ. എനിക്കറിയാൻ മേല. പറയടാ. അച്ഛനാ കാവ്യ ഒളിപ്പിച്ചിരിക്കുന്നത്. കാവ്യ അച്ഛനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ നിന്റെ അമ്മായി അച്ഛനെ വിളിച്ച് ഞാൻ പറയുന്ന പോലെ സംസാരിക്കേ. ഹലോ അച്ഛാ, ഇത് ഞാനാ. എന്താ ദിലീപ? കാവ്യ എഴുതി മേശപ്പുറത്ത് വെച്ചൊരു കത്ത് അച്ഛൻ കണ്ടോ? കത്തോ? ഇല്ലല്ലോ. എന്നാ അതെടുത്ത് വായിക്കണം. ഹലോ ഹലോ. ഇവൻ എന്തിനാ വീടിനകത്തിരുന്ന് എന്നെ ഫോൺ ചെയ്തേ? അവനൊരു കത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏത് കത്ത്? ദിലീപ, ദിലീപ. പ്രിയപ്പെട്ട ഡാഡി, ഞാൻ ഹരിയോടൊപ്പം പോകുന്നു. ഡാഡി ഹരിക്ക് കൊടുക്കാനുള്ള തുകയും പലിശയും ചേർത്ത് 21 ലക്ഷം രൂപ കൂടി ഞാൻ കൊണ്ടുപോകുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് ഡാഡിയുടെ കൊച്ചുമോൾ. ചതിച്ചോ എന്റെ ദൈവമേ, എന്റെ കാശ്. മോളെ, മോളെ, കാവ്യേ, മോളെ. എവിടെയാ? ഇവരൊക്കെ എവിടെ പോയിരിക്കുന്നു? മോളെ, നീയോ? കാവ്യ എവിടെ? എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നെ ഒന്നും ചെയ്യരുതേ. എന്റെ മോള് നിന്റെ കൂടെ ഓടിപ്പോരാതിരിക്കാനാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയത്. പോലീസിൽ പരാതി കൊടുത്തതും നിന്നെ കൊടുക്കാൻ ശ്രമിച്ചതും ഒക്കെ സത്യ. പക്ഷെ പിന്നെന്തുണ്ടായെന്ന് ദൈവം സാക്ഷി എനിക്കറിയില്ല. ഹലോ. എല്ലാം റെഡിയാണ് സാർ. ഇപ്പൊ നിങ്ങൾ എവിടെ ഉണ്ട്? റൈസ് മില്ലിൽ തന്നെയാണ് സാർ. ശരി, സത്യം പറയടോ. എവിടാ നിങ്ങളുടെ റൈസ് മിൽ? നിന്റെ സൗന്ദര്യം കാണാനല്ലോ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ ഡാഡി കൊള്ളപ്പലിശ വാങ്ങി സമ്പാദിച്ചു കൂട്ടിയ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന് നീ ഇല്ലാതായ പിന്നെ ആരാ അവകാശി? എന്റെ ഭാര്യ. പക്ഷേ ഇത്ര പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ കൊന്നാലും നിനക്കത് അനുഭവിക്കാൻ കഴിയില്ലടാ. എന്തുകൊണ്ട്? നീയല്ലേ കാമൂരൊപ്പം പോകുന്നതായിട്ട് കത്തെഴുതിയത്? നിന്റെ തന്തയല്ലേ അവൻ നിന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് പോലീസ് പരാതി കൊടുത്തത്? ഒരു കാര്യം കൂടി മനസ്സിലാക്കിയോ, നിനക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിന്റെ കാമുകനായിരിക്കും. അല്ലെങ്കിൽ അതങ്ങനെ ആക്കി തീർക്കാൻ എനിക്കറിയാം. ആര്? ഹരിഹരൻ പിള്ളയോ? സമ്മതിച്ചിരിക്കുന്നു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വിഡ്ഢിയും അഴകിയ രാവണുമായിട്ടുള്ള നിന്റെ അഭിനയം കൊള്ളാം. കാവ്യ ഇറക്കിവിടെ. ഓ, നീ വന്ന് ചോദിക്കുമ്പോ ഏൽപ്പിക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടും. അല്പം ബുദ്ധിമുട്ടിയാലും കാവ്യം കൊണ്ടേ പോകും. ഇറക്കി വിടാം.
നീ ഇവളെ രക്ഷിച്ചോണ്ടേ പോകൂ അല്ലേ? ഇങ്ങോട്ട് വന്നത് ആർക്കെങ്കിലും അരി വാങ്ങാൻ? സർ, അരിയല്ല പ്രശ്നം, ഹരിഹരൻ പിള്ളയാണ് പ്രശ്നം. മനസ്സിലായി മനസ്സിലായി. Come on, sir. എന്താണ് എന്താണ് അവനെ അറസ്റ്റ് ചെയ്യൂ അച്ഛാ. നമ്മുടെ കാവ്യമോളെയും പണവും തട്ടിക്കൊണ്ട് വന്ന് അവനാ. You are under arrest, Mr. ഹരിഹരൻ പിള്ള. You are also under arrest. Forceful തട്ടിക്കൊണ്ടുപോകൽ for the second time. ഇറങ്ങി വാ താഴെ.
മോളെ വേണ്ട, സോറി സാർ, എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹരിയുടെ കൂടെ. അതെ സാർ, എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ നിൽക്കുന്ന സുന്ദര വിട്ടിയാണ് സാർ. ഇവനെതിരെ ഏത് കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ ഞങ്ങൾ ഒരുക്കമാണ്. അപ്പൊ മിസ്റ്റർ സത്യപാലൻ നേരത്തെ എനിക്കെന്ന പരാതി, ആ പരാതി ഞാൻ പിൻവലിച്ചു. എനിക്ക് എന്റെ പൈസ തിരിച്ചു കിട്ടിയാൽ മതി. മോളെ വാ. ഞാൻ ഇനി അങ്ങോട്ടില്ല. ഇതിന്നൊരു ചില്ലി കാശ് പോലും ഡാഡിക്ക് കിട്ടിയില്ല. പണത്തോടുള്ള തന്റെ അത്യാർത്ഥിയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇത് ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ ഞാൻ ജോലി ചെയ്ത വകയിൽ എനിക്ക് തരാനുള്ള തുക, പൈസ കണക്ക് തീർത്ത് എനിക്ക് തരണം. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരികയൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ ഒന്ന് വാങ്ങിച്ചോളാം. താൻ തോന്നുമ്പോ പരാതി തോന്നുമ്പോ പിൻവലിക്കില്ലേ? നടക്കണോ അങ്ങോട്ട്? ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ടാ. സാർ, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചല്ലോ. ഇനി ഗതികിട്ട പ്രയത്തിന്റെ കാര്യം കൂടി ഒന്ന് നമുക്ക് ശരിയാക്കാം. നാളെ വർക്ക്ഷോപ്പിലോട്ട്. എനിക്ക് സന്തോഷായി. ഞാൻ സാറിന് ഒരു ഡബിൾ കോട്ട് കട്ടിൽ പണിഞ്ഞു തരും. കടച്ചിലല്ല, കൈപ്പണിയാണ്, കൈപ്പണി. അയ്യോ വേണ്ടായേ, വേണ്ട വേണ്ട. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്.